ആരംഭിക്കുന്നു. സ്വാഗതം ആശംസിക്കുന്നതിനായി കരയോഗം സെക്രട്ടറി ശ്രീ വി സുധാകരൻ സാറിനെ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയ ഭക്തജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, നായരമ്പലത്തമ്മയുടെ കൃപാകടാക്ഷങ്ങൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാനെൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ഉദ്ഘാടന സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ആദരണീയനായ കരയോഗം പ്രസിഡന്റ് ശ്രീ എസ് ജയഗോപാൽ അവരെ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. നമ്മുടെ നവരാത്രി ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മേളത്തിൻ്റെ നടുനായകത്വം വഹിക്കുന്ന പത്മശ്രീ പെരുമനം കുട്ടന്മാരാരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി ഗീത കുട്ടന്മാരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മുഖ്യ പ്രഭാഷണം നടത്തുന്ന എറണാകുളം കരയോഗം ജനറൽ സെക്രട്ടറി ശ്രീ പി രാമചന്ദ്രൻ വേണിച്ചേട്ടൻ അവരുടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന നമ്മുടെ കരയോഗത്തിൻ്റെയും ദേവസ്വത്തിൻ്റെയും നായകത്വം വഹിച്ചിരുന്നതും നമ്മുടെ വിദ്യാലയത്തിലെ മുൻ അധ്യാപകനുമായിരുന്ന ശ്രീ വി എസ് രവീന്ദ്രനാഥ് അവരെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മുൻ കരയോഗം പ്രസിഡന്റും ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റുമായ ശ്രീ വി സി പ്രസന്നകുമാറിനെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ദേവസ്വത്തിൻ്റെയും കരയോഗത്തിൻ്റെയും ഉന്നതിക്ക് വേണ്ടി സാഗൂതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സർവശ്രീ ശ്രീ എൻ എ സുനിൽ രാജ് അവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇടവനക്കാട് സർവീസ് സഹകരണ ബാങ്ക് മുൻ ബോർഡ് മെമ്പറും അണിയൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉപദേശക സമിതി സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ പളത്താണങ്ങര തെക്കേച്ചേരുവാരം പ്രസിഡന്റുമായ ശ്രീ കെ എസ് കൃഷ്ണകുമാർ അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ കൃതജ്ഞത അർപ്പിക്കുന്ന നമ്മുടെ ഖജാൻജി ശ്രീ പട്ടത്തുപാടത്ത് നന്ദകുമാർ അവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നായരമ്പലത്തമ്മയുടെ കൃപാകടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് കരയോഗം പ്രസിഡന്റ് ശ്രീ ജയഗോപാൽ എസ് ആണ്. അദ്ദേഹത്തെ ഏറെ ആദരവോടെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ പത്മശ്രീ പെരുവനം കുട്ടന്മാരാണ് ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നായരമ്പലത്ത് എത്തണം എന്നൊരാഗ്രഹം ഒരുപാട് കാലമായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്ന നമ്മുടെ എറണാകുളത്തെ തന്നെ ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സ്വതന്ത്ര കരയോഗങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ എറണാകുളം കരയോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി പി രാമചന്ദ്രൻ വേണിച്ചേട്ടൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വേണിച്ചേട്ടൻ, പിന്നെ നമ്മുടെ മുൻ മാനേജരും മുൻ പ്രസിഡന്റുമായിരുന്ന ശ്രീ വി എസ് രവീന്ദ്രനാഥ്, ദേവസ്വം പ്രസിഡന്റ് ശ്രീ വി സി പ്രസന്നകുമാർ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ ശ്രീ സുനിൽ രാജ്, ശ്രീ കെ എസ് കൃഷ്ണകുമാർ, എൻ്റെ പ്രിയ കരയോഗങ്ങളുടെ നമ്മളെ സംബന്ധിച്ചിട്ട് ഏറ്റവും സന്തോഷകരമായ ഒരു വർഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്.
ആഘോഷങ്ങളുടെ പരിസമാപ്തി ഈ വിജയദശമി ദിവസങ്ങളിൽ, ഈ നവരാത്രി ദിവസങ്ങളിൽ ഇന്ന് ആരംഭിച്ച് ഒക്ടോബർ 2 നമ്മൾ സമാപന സമ്മേളനത്തോടുകൂടി അവസാനിപ്പിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരാളാണ് എന്നൊരു തോന്നലാണ്, അല്ലെങ്കിൽ വിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം ഈ കരയോഗത്തിൻ്റെ 100-ാം വർഷത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളിലും ഇതിൻ്റെ ആഘോഷങ്ങളിലും പങ്കെടുക്കാനും അതിൻ്റെ നേതൃസ്ഥാനത്ത് എത്തിച്ചേരുക എന്നുള്ളത് ഞാൻ വിചാരിച്ചതല്ല, നമ്മളാരും വിചാരിച്ചതല്ല, ദൈവനിശ്ചയമാണ്. അപ്പോൾ അതിന് നായരമ്പലത്തമ്മയോട് നായരമ്പലത്തമ്മയുടെ അനുഗ്രഹങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മുടെ 100-ാം വർഷത്തിലെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ഇങ്ങനെ ഒരു സമ്മേളനത്തിന് കിട്ടാവുന്ന ഏറ്റവും വിശിഷ്ടമായ ഒരു ഉദ്ഘാടകനും ഒരു മുഖ്യപ്രഭാഷകനെയാണ് നമ്മുടെ മുമ്പിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഞാൻ അധ്യക്ഷ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല, കാരണം കൂട്ടേട്ടനും വേണിച്ചേട്ടനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ടാവും. അപ്പോൾ ആ യോഗത്തിൻ്റെ നടപടികളിലേക്ക് നമ്മൾ കടക്കുകയാണ്. താങ്ക് യു. താങ്ക് യു സർ. അടുത്തതായി നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഉദ്ഘാടന ചടങ്ങാണ്. ഉദ്ഘാടകനായി നമുക്ക് കിട്ടിയിട്ടുള്ളത് പത്മശ്രീ പെരുവനം കുട്ടന്മാരാരാണ്. ലോകത്ത് മലയാളികൾ ഉള്ളിടത്തെല്ലാം സുപരിചിതനായ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തൽ ആവശ്യമില്ല. എങ്കിലും നമ്മുടെ ഉദ്ഘാടകനെ കുറിച്ച് 2 വാക്ക്. 1953 നവംബർ 25 തൃശൂർ ജില്ലയിലെ പെരുവനത്ത് മേള കലാനിധി പെരുവനം അപ്പുമാരാരുടെയും ഗൗരി മാരസ്യാരുടെയും മകനായി ജനനം. 10-ാം വയസ്സിൽ പിതൃമുഖത്തു നിന്നും ചെണ്ട അഭ്യസിച്ചു തുടങ്ങി. കുമാരപുരം അപ്പുമാരാരുടെ കീഴിൽ തായമ്പകയും കേളികൊട്ടും അഭ്യസിച്ചു. ശ്രീ നാരായണപുരം അപ്പുമാരാരുടെ കീഴിൽ മേളപദവും കഥകളിയുടെ പുറപ്പാടും അഭ്യസിച്ചു. ഇടയ്ക്കവാദനത്തിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട്. ചമ്പ, ചെമ്പട, അഞ്ചടന്ത, അടന്ത, ധ്രുവം, പഞ്ചാരി, പാണ്ടി തുടങ്ങി എല്ലാവിധ മേളങ്ങളിലും അഗ്രഗണ്യനായ അദ്ദേഹം വർഷം തോറും 300-ലധികം മേളങ്ങളുടെ പ്രമാണിയാണ്. 2011 പത്മശ്രീ ലഭിച്ച അദ്ദേഹം 1987 USSRൽ നടന്ന ഭാരത് ഫെസ്റ്റിവലിലും ന്യൂഡൽഹിയിലെ റിപ്പബ്ലിക് പരേഡിൽ 1986-ലും 87-ലും ടൂറിസം ഫെസ്റ്റിവലിലും അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിലുമെല്ലാം കേരളത്തെ പ്രതിനിധാനം ചെയ്തിട്ടുണ്ട്. പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ ബിജി ബാലിന്റെ വാക്കുകൾ കടമെടുത്താൽ പെരുകി പെരുകി പെരുവനമായ കുട്ടന്മാരാരെ, മലയാളികളുടെ കുട്ടേട്ടനെ ഏറെ ആദരവോടെ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുന്നു. ഇവിടെ തെളിയുന്ന ഈ ദീപനാളം ഭദ്രദീപത്തിന്റെ കാന്തിയോടൊപ്പം നവരാത്രി മഹാത്മ്യത്തോടൊപ്പം നമ്മുടെ ഏവരുടെയും മനസ്സിൽ നിറയട്ടെ.
ആരാധ്യനായ യോഗാധ്യക്ഷൻ കരയോഗം പ്രസിഡന്റ് ശ്രീ വേണുഗോപാൽ അവർകളെ, മുഖ്യപ്രഭാഷണം നടത്തുന്ന എറണാകുളം കരയോഗത്തിൻ്റെ അധ്യക്ഷൻ കൂടിയായ വേണേട്ടൻ എന്ന് വിളിക്കുന്ന ശ്രീ രാമചന്ദ്രൻ അവർകളെ, നായരമ്പലം കരയോഗത്തിൻ്റെ സാരഥികളെ, മുൻ സാരഥികളെ, ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റുമാരെ, നായരമ്പലം കരയോഗ നിവാസികളെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഏറെ സന്തോഷത്തിലാണ് അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ ഈ 100ാം വാർഷിക ആഘോഷ പരിപാടികളുടെ തുടക്കത്തിൽ ഇങ്ങനെ ഭഗവതിയുടെ സവിധത്തിൽ സന്നിഹിതനാവാൻ സാധിക്കുക എന്നുള്ളത് തന്നെ നമ്മുടെയൊക്കെ ഭാഗ്യമാണ്. അതേപോലെ ഇന്നത്തെ ഈ ഉദ്ഘാടന ചടങ്ങിലും സംബന്ധിക്കാൻ കഴിഞ്ഞത് ഭഗവതിയുടെ അനുഗ്രഹം, നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം, അതാണ് എന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാക്കുന്നു. നായരമ്പലം കരയോഗം വൈപ്പിങ്കരയിലെ അതിപ്രശസ്തമായ കരയോഗമാണ്. എറണാകുളം കരയോഗത്തെ വിശേഷിപ്പിച്ച പോലെ നായരമ്പലം കരയോഗം നിരവധി കുടുംബങ്ങളുള്ള കരയോഗമാണ്. പേര് തന്നെ നായരമ്പലം എന്നാണ് സൂചിപ്പിക്കുന്നത്. ആ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇവിടെ നായർ തറവാടുകൾ അത്രയും കൂടുതലുള്ള സ്ഥലമാണെന്ന് സൂചിപ്പിക്കുന്നു. സ്വന്തമായി ക്ഷേത്രവും സ്വന്തമായി സ്കൂളും, അങ്ങനെ നിരവധി സ്വന്തം ആയി സ്വയം പര്യാപ്തത നേടിയ ഒരു കരയോഗം. അതിൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ തുടക്കത്തിൽ പൂർവസൂരികൾ ത്യാഗ മനോഭാവത്തോടെ രൂപപ്പെടുത്തിയ കരയോഗം 100 വർഷം തികയ്ക്കുമ്പോൾ നേട്ടങ്ങളുടെ നിരവധി പടവുകൾ ചവിട്ടിക്കേറി ഇവിടെ നല്ല ഒരു അന്തരീക്ഷത്തിൽ എത്തി നിൽക്കുന്ന സമയത്താണ് ഈ 100ാം വാർഷികം ആഘോഷിക്കുന്നത്. സ്വന്തമായി ആനയും സ്വന്തമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് പലതും നേടാൻ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഈ നാട്ടുകാരുടെ കരയോഗ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാനും കരയോഗം അംഗങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ എത്ര പ്രശംസിച്ചാലും മതി വരില്ല. ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. 100ാം വാർഷിക ആഘോഷങ്ങൾക്ക് എല്ലാ വിജയവും ആശംസിക്കുകയാണ്. ഇന്ന് നവരാത്രിയുടെ ആഘോഷം ചിലതിൽ ഇന്ന് 2ാം ദിവസമായിട്ട് ഇന്നിവിടെ ആരംഭമാണ്. ഇന്നു മുതൽ 9 ദിവസത്തെ പരിപാടികളാണ്. ഇത്തവണ നവരാത്രിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അടച്ചുപൂജ 29ാം തീയതി പൂജ വയ്ക്കും, 30ാം തീയതി ദുർഗാഷ്ടമി, 1ാം തീയതി മഹാനവമി, 2ാം തീയതി വിജയദശമി. 3 ദിവസം അടച്ചുപൂജയുള്ള കൊല്ലങ്ങൾ ധാരാളം നമുക്ക് വരാറുണ്ട്. ഇതിനു മുമ്പും അങ്ങനെ പതിവുണ്ട്. എങ്കിലും ഈ 100ാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് ദേവിയുടെ പൂജയിലും ഒരു ദിവസം കൂടുതലാണ്. ഈ 100ാം വാർഷിക ആഘോഷത്തിൻ്റെ സമാപനം നവരാത്രി ആഘോഷങ്ങളുടെ ഒക്ടോബർ 2-ന് പരിസമാപ്തിയിലെത്തുമ്പോൾ സർവജന സംഗമത്തോടെ എല്ലാവരുടെയും ക്ഷേമ പ്രവർത്തനത്തിനും എല്ലാവരെയും സന്തോഷിക്കും വിധത്തിൽ ഇവിടെ അതിവിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചതായി പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി. വളരെയേറെ നല്ല കാര്യമാണ്. സമഭാവനയോടെ സമത്വത്തോടെ നാമൊക്കെ സമൂഹമായി ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഭഗവതി അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നവരാത്രിയുടെ പ്രത്യേകതകളെക്കുറിച്ചും അതുപോലെ തന്നെ കരയോഗത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ ദീർഘമായി സംസാരിക്കാൻ
വേണിട്ടുണ്ട്. മുൻ കരയോഗം പ്രസിഡന്റുമാർ ആധ്യാത്മിക കാര്യങ്ങളെക്കുറിച്ചും പ്രഭാഷണങ്ങളൊക്കെ എന്നേക്കാൾ വളരെ സവിസ്തരം പറയാൻ പ്രാപ്തരായവരാണ് വേദിയിലിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അത്തരം ഒരു സാഹസത്തിന് മുതിരുന്നത് ശരിയല്ല. നിങ്ങൾക്ക് എന്നെ നന്നായി അറിയാം. ഞാനൊരു പ്രഭാഷകനല്ല, ഒരു പ്രവർത്തകനാണ്. മേളരംഗത്തെ ഒരു കലാകാരനാണ്. മേളമാണ് എൻ്റെ മേൽവിലാസം. അപ്പോൾ പ്രസംഗം, പ്രഭാഷണം അതൊരു കലയാണ്. അത് കൃത്യമായും ബോറടിപ്പിക്കാതെ നമുക്ക് അറിവുകൾ നൽകിക്കൊണ്ട് കേൾക്കുന്ന സമയം പാഴാക്കാതെ ഉപയോഗിക്കാൻ പ്രാപ്തരായ പ്രഭാഷകരാണ് വേദിയിൽ ഞാൻ കാണുന്നത്. എല്ലാവരും ഞാൻ വന്ദിക്കാൻ, അത്ര ബഹുമാനം കൊടുക്കാൻ പ്രാപ്തരായവരാണ് വേദിയിലിരിക്കുന്നത്. എല്ലാവരും നമസ്കരിച്ചുകൊണ്ട് ആ കൃത്യം അവരിൽ ഏൽപ്പിക്കുകയാണ്. എങ്കിലും നവരാത്രിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. 9 ദിവസമായി ദേവി പൂജ, ഭഗവതിയെ ധ്യാനിക്കുന്ന സുദിനങ്ങളാണ് നവരാത്രി ആഘോഷം. അതുതന്നെ നമ്മൾ ദുർഗാദേവിയായും ലക്ഷ്മി ദേവിയായും സരസ്വതിയായും ഭഗവതിയെ ധ്യാനിക്കുന്ന ദിവസങ്ങൾ. ദേവി അമ്മയാണ്. അമ്മയുടെ ത്യാഗവും സഹനശക്തിയും ക്ഷമയും എല്ലാം സമൂഹത്തിൽ ലഭിക്കുമാറാകട്ടെ എന്നുള്ളതാണ് ഈ നവരാത്രി ആഘോഷങ്ങളുടെ യജ്ഞച്ചുരുക്കം എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. നന്മ നേടാൻ തിന്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട്, തിന്മ ഇപ്പോൾ വളരെ കുറവാണ്, അപ്പോൾ നന്മയാണ് കൂടുതൽ. ആ നന്മ നിലനിർത്താൻ ഭഗവതി അമ്മ അനുഗ്രഹിക്കാനുള്ള നമ്മുടെ ഓരോ വർഷവും ഭാരതീയ സംസ്കൃതിയിൽ നവരാത്രി പല രൂപത്തിൽ, നവരാത്രിയായും ദസറയായും മറ്റ് പല പേരുകളിലും ഈ ആഘോഷങ്ങൾ പല സ്ഥലത്തും നടക്കുന്നു. കേരളത്തിൽ ശ്രേഷ്ഠമായി എല്ലാ ക്ഷേത്രങ്ങളും പൂജവെപ്പും പൂജയും നടക്കുന്നു. പാലക്കാട് ഗ്രാമങ്ങളിലൊക്കെ നവരാത്രി ഉത്സവമായിട്ടാണ് നടക്കുന്നത്. അഞ്ചാന, പഞ്ചവാദ്യം, പഞ്ചാരി മേളം, പാട്ടിമേളം, നമ്മുടെ താലപ്പൊലി പോലെ അതിഗംഭീരമാണ് പാലക്കാട് ഗ്രാമങ്ങളിലെ നവരാത്രി ആഘോഷം. എനിക്ക് കൊടുത്തിരപ്പള്ളിയിലും ചോറ്റാനിക്കരയും പുതുക്കോട് പോവാറുണ്ട്. ഇക്കൊല്ലം പുതുക്കോട് ഗ്രാമത്തിലും 4 ഗ്രാമത്തിലും 4 ദിവസം അതിഗംഭീര ആഘോഷങ്ങളാണ്. പല്ലാവൂരും നവരാത്രി ഉത്സവം കേമമാണ്. കൊടുതിരപ്പള്ളി 9 ദിവസവും പരിപാടികളുണ്ട്. 2 ദിവസം 2 പളതാമകര 2 ചേരുവാരം 2 ഭാഗത്ത് ഒരു ദിവസം നടത്തുന്നത്. കൊടുതിരപ്പള്ളിയിലെ അഷ്ടമി ദിവസം ഒരു ഗ്രാമം, നവമി ദിവസം വേറെ അപ്പുറത്ത് വലിയ ഗ്രാമം. 2 ഗ്രാമത്തിലും അതിഗംഭീരമായിട്ട് ആന എഴുന്നള്ളിപ്പോൾ, പഞ്ചാരി മേളം, പിന്നെ അന്നത്തെ പറഞ്ഞ മേളങ്ങളും പഞ്ചവാദ്യങ്ങളും തായമ്പയും അതിഗംഭീരമായിട്ടാണ് ആഘോഷിക്കുന്നത്. കൂടുതൽ ആഘോഷങ്ങൾ നമ്മുടെ ഭാഗത്ത് ക്ഷേത്രങ്ങളിലെ പ്രഭാഷണങ്ങളും മറ്റ് കലാപരിപാടികളുമാണ് നവരാത്രിയോട് കൂടി നടക്കുന്നത്. അപൂർവ ക്ഷേത്രങ്ങളിൽ നമുക്ക് താലപ്പൊലിയും ഉത്സവവും പൂരവും അങ്ങനെയാണ് നമ്മുടെ ആഘോഷങ്ങൾ. എന്തായാലും എല്ലാ പ്രദേശത്തും എല്ലാ സംസ്കൃതിയിലും ഒരു ഭാഗമാവാനും എല്ലാവരുടെ ആഘോഷങ്ങളെ കാണാനും കേൾക്കാനും അതിൽ പങ്കെടുക്കാനും കഴിഞ്ഞത് മേളകല എനിക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വേദിയിൽ ഭദ്രദീപം കൊളുത്തി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് നിങ്ങൾ എന്നെ ക്ഷണിച്ചതും. അപ്പോൾ മേളകലയെ നമസ്കരിച്ചുകൊണ്ട് ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നവരാത്രി ആഘോഷത്തിൻ്റെയും അതുപോലെ തന്നെ ഈ 100ാം വാർഷിക പരിപാടികളുടെയും സമാപന പരിപാടികളുടെ തുടക്കം കുറിക്കുന്ന ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. താങ്ക് യു സർ. ഒരു കലാകാരൻ്റെ എളിമ തൻ്റെ വാക്കുകളിലൂടെ നമുക്ക് പകർന്നു നൽകിയ പത്മശ്രീ പെരുവനം കുട്ടൻ മാരാർക്ക് നന്ദി പറയുന്നു.
നമ്മുടെ കരയോഗം പോലെ തന്നെ 1925 സ്ഥാപിതമായ കരയോഗമാണ് എറണാകുളം കരയോഗം. TDM ഹാൾ അടക്കം 27ഓളം സ്ഥാപനങ്ങൾ സ്വന്തമായുള്ള വളരെ വിപുലമായുള്ള ഈ കരയോഗത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കുന്ന ശ്രീ P. രാമചന്ദ്രനാണ് നമുക്ക് വേണ്ടി ഇന്ന് ഇവിടെ മുഖ്യപ്രഭാഷണം അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തെ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ ഇതിലേറെ ബഹുമാന്യനും ജ്യേഷ്ഠ സഹോദര തുല്യനുമായ പെരുമാനം കുട്ടേട്ടൻ, മറ്റ് മുതിർന്ന ഗുരുശ്രേഷ്ഠന്മാരായ അധ്യാപകരടക്കം വേദിയിലും സദസ്സിലുള്ള ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാർ, സത്യത്തിൽ രണ്ട് കാര്യമാണ് ആദ്യം പറയേണ്ടത് എന്നതുകൊണ്ട് നായരമ്പം കരയോഗത്തിൻ്റെ 100ാം വാർഷികത്തിൻ്റെ ആദ്യ ദിവസമായി ഇന്ന് നിങ്ങൾക്ക് ഉദ്ഘാടനത്തിന് വിളിക്കാൻ പറ്റിയതിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഒരാളെയാണ് അദ്ദേഹമാണ് ഭദ്രദീപം കൊടുത്തത്. നിങ്ങൾ ആരെയൊക്കെ ചിന്തിച്ചിരുന്നോ ആ ചിന്തിച്ചതിനപ്പുറം അതാണ് ദേവിയുടെ അനുഗ്രഹം. അത് ദേവി തീരുമാനിക്കുന്നതാണ്. ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ അത് നടക്കുള്ളൂ. നിങ്ങൾ എന്തൊക്കെ തീരുമാനിച്ചാലും ഇത് എങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ചിലയിടങ്ങളുണ്ട്. ഞാൻ അതിന് ഒരു സാക്ഷി കൂടിയാണ് നിങ്ങളുടെ ഈ ഭാരവാഹികളിലൊപ്പം. അതുകൊണ്ട് അതിലേറെ സന്തോഷത്തോടെ പല ഉദ്ഘാടന മീറ്റിങ്ങുകളും ഞാൻ 1-2 മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ്, മാതൃഭൂമിയുടെയൊക്കെ മീറ്റിംഗ് ഉണ്ടായത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതിലും ഏറ്റവും സന്തോഷകരം വലിയ സദസ്സുകളിലൊക്കെ നിറഞ്ഞ സദസ്സിൽ പോയിട്ട് വന്നപ്പോൾ ഈ സദസ്സിലുള്ള ഒരു ആത്മീയതയുടെയും ഒരു ദിവ്യതയുടെയും നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ കഴിയും. എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് മുഖ്യപ്രഭാഷണം എന്നാണ്. സത്യത്തിൽ മുഖ്യപ്രഭാഷണത്തിൽ വിഷയം സമുദായവുമായി ബന്ധപ്പെട്ട് ധാരാളം മനസ്സിലുണ്ട്. പക്ഷേ ഒരു ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് സംസാരിക്കേണ്ട വിഷയങ്ങളല്ല ഒരു കരയോഗത്തിൻ്റെയോ ഒരു സമുദായത്തിൻ്റെയോ ഇന്നത്തെ കാലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. സഹോദരിമാരായിട്ടും സ്ത്രീകളായിട്ടും കുട്ടികളായിട്ടും നമ്മുടെ പുതിയ തലമുറയായിട്ടും നമ്മുടെ വീട്ടിലെ പ്രായമുള്ളവരായിട്ടും ഒക്കെ ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങൾ ഉദാഹരണ സഹിതം നിങ്ങളോട് സംവാദിക്കാനുണ്ട്. ആ സംവാദത്തിൽ പറ്റിയ സ്ഥലമല്ലാതുകൊണ്ട് സത്യത്തിൽ ഞാൻ ആ വിഷയങ്ങളൊക്കെ വിടുകയാണ്. നമ്മളറിയാതെ വിഷയങ്ങൾ വരുമ്പോൾ പറഞ്ഞു പോകുന്ന വാക്കുകൾ ക്ഷേത്ര മര്യാദയ്ക്കോ ക്ഷേത്ര ശുദ്ധിക്കോ അതിലായി പോകരുത്. അതുപോലെ രണ്ടാമത്തെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, 100 കൊല്ലം മുമ്പ് ഇങ്ങനെയൊരു കരയോഗം തുടങ്ങണമെന്നും അതിൻ്റെ ഉദ്ദേശം ഇന്നതാവണമെന്നും അതിന് ഈ ലക്ഷ്യം ഇന്ന ആൾക്കാരെ കൂട്ടായ്മ ഉണ്ടാവണമെന്നൊക്കെ ചിന്തിക്കുകയും അതിനുവേണ്ടി തുടങ്ങി വച്ച പിതാമഹന്മാരുണ്ട്. ഞാൻ ആ പിതാമഹന്മാരെ സത്യത്തിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. കാരണം അവരുടെ മനസ്സിൽ തോന്നിയ, ഞാനിപ്പോൾ നേരത്തെ ഉദ്ഘാടനം പറഞ്ഞ പോലെ, ചിലവർ ചില സാധനങ്ങൾ ചില സമയത്ത് തുടങ്ങുവാനും അതിൻ്റെ സമയവും അതിൻ്റെ ദീർഘായുസ്സും ഒക്കെ നിശ്ചയിക്കുന്നു അവിടെ വച്ചാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കണം 100 കൊല്ലം മുമ്പ് തുടങ്ങിയ ഈ പ്രസ്ഥാനം 100 കൊല്ലത്തിന് മുമ്പ് ഉണ്ടായിരുന്നവർ അടുത്ത 100 കൊല്ലം കഴിയുമ്പോൾ 2025 ഇങ്ങനെ ഈ പ്രസ്ഥാനം നിലനിൽക്കുന്ന ഒരിക്കലും വിശ്വസിച്ചുണ്ടാവില്ല. പക്ഷെ അവരുടെ നല്ല മനസ്സ്, അവരുടെ സൽപ്രവർത്തികളുടെ ബലം, ഞാൻ അതിൽ കൂടെ കടന്നു പോകുന്നതായതുകൊണ്ടാണ് അവർ പറയുന്നത്. എറണാകുളത്തെ 13 നായർ സമുദായത്തിലെ അംഗങ്ങൾ കൂടി ഒരു സ്ഥാപനം, നായന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്ഥാപനം. അവിടെ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് മെമ്പർഷിപ്പിൽ മാത്രമേ നായന്മാർക്കുള്ള അവകാശങ്ങളുള്ളൂ. ബാക്കി എല്ലാം ഈക്വലാണ്. ആർക്കും ജാതി മതചിന്തകൾക്കൊന്നും അവിടെ വലിയ പ്രശസ്തിയൊന്നുമില്ല. പക്ഷെ നമ്മുടെ ആചാരങ്ങൾ,
നമ്മുടെ അനുഷ്ഠാനങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ക്ഷേത്രങ്ങൾ, അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം നമ്മൾ ഉറച്ചു നിൽക്കുകയും മറ്റ് കാര്യങ്ങളിൽ എല്ലാവർക്കും ഈക്വലായിട്ട് സമം അടുപ്പം എന്ന ഒരു വലിയ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സേവനമാണ് ജീവിത സാഫല്യം എന്ന ഒരു ആപ്തവാക്യം സൂക്ഷിച്ചുകൊണ്ട് ആണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ഞാൻ ഇത് പറഞ്ഞു വന്നത്, ഒരു സ്ഥാപനം വളരുകയും 1969 നിങ്ങൾക്ക് സ്കൂളുകൾ തുടങ്ങുകയും സ്കൂളിൻ്റെ TTI തുടങ്ങുകയും ഒക്കെ ഉണ്ടായ ഒരു കാലഘട്ടമുണ്ട്. ഇന്നത് 10,000-ഓളം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയം കൊണ്ടു നടക്കാൻ കഴിയുക. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആനകളുണ്ടായിരുന്ന, സമ്പത്തിൻ്റെയും പ്രൗഢിയുടെയും ആഡംബരത്തിൻ്റെയും എല്ലാം ഒരു അന്തസ്സായി നമ്മൾ സൂചിപ്പിച്ചിരുന്ന ആനകളുണ്ടായിരുന്ന സ്ഥാപനം, അല്ല ഒരു പ്രസ്ഥാനം എന്നീ നിലകളെല്ലാം ഒരു പ്രസ്ഥാനത്തെ കൊണ്ടു നടക്കുകയാണ്. പോരായ്മകൾക്ക് ചിലപ്പോൾ അപ്പുറത്തിരിക്കുന്നവർക്ക്, ഈ കസേരയുടെ മുമ്പിലിരിക്കുന്നവർക്ക് പോരായ്മകൾ കാണാൻ പറ്റും, അത് സ്വാഭാവികമാണ്, ഞാൻ കുറ്റം പറയുന്നത്. പക്ഷേ ഈ കസേരയുടെ അകത്തിരിക്കുന്ന ആൾക്കാരുണ്ട്, ഇപ്പുറത്തിരിക്കുന്ന ആൾക്കാർ, അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരിയ്ക്കുന്ന മുൾമുനയിലും അവർ മുന്നോട്ട് ഓരോ ദിവസം കടന്നു പോകുന്ന വിഷയങ്ങളുമായിട്ടൊക്കെ നമ്മളെപ്പോഴും ആ കസേരയിൽ അല്ലെങ്കിൽ ആ ഷൂവിലൊന്ന് കയറി നിൽക്കാൻ നമ്മൾ ശ്രമിക്കണം. നമുക്ക് എത്രത്തോളം സമൂഹത്തിന് ഒരുമിച്ച് കൂടെ ചേർത്തി കൊണ്ടുപോകാൻ കഴിയുമെന്ന് ശ്രദ്ധിക്കണം. സമൂഹത്തിലെ ഇതര സമുദായാംഗങ്ങളെ അടക്കം നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടാവണം. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും പേരിലും കൊടികളുടെയും നിറത്തിൻ്റെയും പേരിലും ആശയത്തിൻ്റെയും ആമാശയത്തിൻ്റെയും പേരിലും ഇവിടെ ദിവസവും താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നവരാണ്. അത് സ്ത്രീകളെ അപമാനിച്ചാലും കൊള്ളാം, കുട്ടികളെ അപമാനിച്ചാലും കൊള്ളാം, പുരുഷനെ അപമാനിച്ചാലും കൊള്ളാം, ഏത് വിധത്തിലായാലും കൊള്ളാം. ഈ സ്ഥാനങ്ങളെല്ലാം നമ്മുടെ സമുദായം എവിടെ നിൽക്കുന്നു എന്ന് നമ്മളൊന്ന് വിലയിരുത്തണം. സാമൂഹ്യമായി, സാംസ്കാരികമായി, രാഷ്ട്രീയമായി നമ്മൾ എവിടെയാണ്? നമുക്കറിയാം, ഹിന്ദു സമുദായങ്ങളിൽ എത്ര പേരുണ്ട്, കുട്ടേട്ടനെ പോലെ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട് എന്ന് ചിന്തിക്കണം. ഇന്ന് ഏറ്റവും സന്തോഷകരമായത് മോഹൻലാൽ ഏറ്റവും പരമോന്നത ബഹുമതിയായ കുട്ടേട്ടൻ്റെ ഒപ്പമൊക്കെ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അദ്ദേഹം ദാദാ സാഹിബ് അവാർഡ് ഇന്ന് വൈകുന്നേരം 6 മണിക്ക് കരസ്ഥമാക്കിയിരിക്കുന്നു. അങ്ങനെ വളരെ വിരലിൽ എണ്ണാവുന്നവർ മാത്രമായിക്കൊണ്ടിരിക്കുന്നതിൽ നമ്മുടെ കുട്ടികൾ എത്ര പേർ, ഞാൻ ഒരു സൗമ്യമായ ഭാഷയിൽ പറയാൻ ശ്രമിക്കുകയാണ്, നമ്മുടെ കുട്ടികൾ എത്ര പേർ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൽ അച്ഛൻ്റെ ഒപ്പം, അമ്മയോടൊപ്പം, കുടുംബത്തിൻ്റെ ഒപ്പം ഇവിടെ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ കഴിയുന്നുണ്ട്? അത്തരം ഇവിടെ ITC ഉണ്ടായിരുന്ന TTI എന്നൊക്കെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അത്തരം മേഖലകളിൽ അതിൻ്റെ കാലവും കഴിഞ്ഞു. ഇപ്പോൾ പുതിയ മോഡേൺ ചിന്താഗതികളും IT-യും ടെക്നോളജിയും എല്ലാം മാറുകയും ഒരു കിറുക്കനായ പ്രസിഡന്റ് അവിടുന്ന് എല്ലാവരെയും അടിച്ചോടിക്കാനുള്ള ശ്രമം നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിരിക്കുന്നത്. നമ്മുടെ കുട്ടികളൊക്കെ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ നാളെ തിരിച്ചൊന്നുമില്ലാതെ തിരിച്ചു വരുന്നൊരു ഗതിയിലേക്ക് വരിക. എത്രത്തോളം നായർ സമുദായ സംഘടനകൾ അല്ലെങ്കിൽ ഇതര സമുദായ സംഘടനകൾ, മറ്റു സമുദായത്തിലെ ആൾക്കാരും ചിലപ്പോൾ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടാവും, സ്വന്തം സമുദായത്തിലെ കുട്ടികൾക്കും അവർക്ക് പുതിയ തൊഴിൽ മേഖല കണ്ടെത്തുവാനുള്ള പുതിയ പദ്ധതികൾ, ഞാൻ വെറുതെ ഒരു ആശയം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 100-ാം വർഷത്തിൽ ധാരാളം പദ്ധതികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്, സ്വപ്ന പദ്ധതികളായിട്ടൊക്കെ. ഞാൻ വഴിയെ പറയാം. ആ സ്വപ്ന പദ്ധതികൾ പോലെ നിങ്ങൾ എന്തെങ്കിലും പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. സ്ഥലപരിമിതി നിങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾ സ്ഥലപരിമിതിയുടെ അകത്ത് കിടക്കുന്ന ഒരാളാണ്. കൊച്ചിയുടെ നഗരത്തിൻ്റെ അകത്ത് ഇത്തിരി സ്ഥലം എന്ന് പറഞ്ഞ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ അത്തരം പ്രസ്ഥാനങ്ങൾ തുടങ്ങും, ട്രെയിനിങ്ങുകൾ തുടങ്ങും, പിള്ളേരെയും കുട്ടികളെ എൻ്റർപ്രണേഴ്സ് ആക്കുകയും അവർക്ക് വേണ്ട സേവനങ്ങളും നമ്മുടെ സമുദായത്തിലും മറ്റു സമുദായങ്ങളിലെ പ്രഗത്ഭര ആൾക്കാരുടെ സേവനം ഉപയോഗപ്പെടുത്തി അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. എത്രത്തോളം ഇവിടെ എൻ്റർപ്രണർ ആക്കാൻ പറ്റും, എത്രത്തോളം കടകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും എന്ന് പുതിയ തലമുറയെ പഠിപ്പിക്കണം. നമ്മളിതിൽ പുതിയ തലമുറ ഞാൻ നോക്കിയിട്ട് വലിയ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. ജോലിയുള്ള, ഞാൻ ആകെ പരിചയപ്പെട്ട ഒരാൾ മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നതേ പരിചയപ്പെട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഉദ്യോഗമൊക്കെ കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് 56-ാം വയസ്സിൽ കഴിഞ്ഞ് സാമൂഹ്യ സേവനവും ജീവകാരുണ്യവും ഒക്കെ ആയിട്ട് വരും. ഞാൻ 18-ാം വയസ്സിൽ തുടങ്ങി 52-ാമത്തെ കൊല്ലമാണ് ഞാൻ ഈ രംഗത്ത് നിൽക്കുന്നത്. അതിൽ 25 കൊല്ലവും 38 കൊല്ലം ഔദ്യോഗിക ഭാരവാഹിയായിട്ട് ഒരു സ്ഥാപനത്തിൻ്റെ മുകളിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമാവും, ഭയങ്കര ബോറൻ പരിപാടിയാണ്.
എന്നാലും ഞാൻ പറയുകയാണ്, അത്തരം സ്ഥാപനങ്ങൾ ചെയ്യേണ്ടത് സ്വയം തൊഴിൽ കണ്ടെത്തുന്ന മേഖലകൾ നമ്മൾ കണ്ടെത്തണം. ചെറിയ ചെറിയ സാധനങ്ങൾ. നമ്മുടെ വീട്ടിലെ കുട്ടികൾ എത്ര പേരുണ്ട്? ആ കുട്ടികൾക്ക് എവിടെയാണ് പുതിയ കുട്ടികളെ പുറത്തു പോകാതെ അവൻ ഇവിടെ എങ്ങനെ നിലനിർത്താൻ കഴിയും? നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള സ്ഥാപനങ്ങൾ, ഞാൻ അതിൽ ജാതിയോ മതമൊന്നും പറയുന്നില്ല, മറ്റ് സമുദായങ്ങൾ പറയുന്നവർ, നമ്മുടെ നാട്ടിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാനും നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗപ്പെടുത്തുവാനും നമ്മുടെ നാട്ടിലെ സമുദായ സഹോദരത്തോടെ ഒരുമിച്ച് കൂടാനുള്ള ചിന്താഗതിയുള്ള എന്നും ഒരു സത്സംഗം ഉണ്ടാക്കാനും കഴിയണം. സത്സംഗം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ച സത്സംഗമല്ല, മനസ്സുള്ള ശുദ്ധിയുള്ള മനസ്സുള്ള ആൾക്കാരുടെ ഇന്ന് ഒരു കൂട്ടായ്മകളൊക്കെ ഉണ്ടാക്കി നമ്മുടെ ചെറുപ്പക്കാരെ നിലനിർത്താൻ കഴിയണം. ഇല്ലെങ്കിൽ വലിയ അടുത്ത കുറച്ച് കാലഘട്ടം കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടിലേക്കാണ് നമ്മുടെ പുതിയ തലമുറ വരും. ഒരു ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട്, ജോലി കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇവിടെ ജോലി എടുക്കാൻ ബുദ്ധിമുട്ടെന്നുള്ളൂ. വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല, ഗൾഫിൽ ചെന്നാലും യാതൊരു പ്രശ്നമില്ല, അവനവിടെ പണിയെടുക്കണോ ആര് പണിയെടുത്തോളൂ. പക്ഷെ ഇവിടെ നമ്മുടെ ഒപ്പം നിന്ന് പണിയെടുക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയാതെ പോകുന്ന കുട്ടികളുടെ അവരുടെ മാനസികമായ ഒരു പരിവർത്തനത്തിന് ഈ 100 കൊല്ലം കഴിഞ്ഞ് 101ലേക്ക് കിടക്കുന്ന കലിയോഗം പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. സേവന മേഖലകളിൽ പറ്റിയൊരു സേവന മേഖല. ഞാനിപ്പം നിങ്ങളുടെ എറണാകുളത്ത് നിന്ന് കഴിഞ്ഞാൽ ഗുരുവായൂർ ഞങ്ങൾക്ക് ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഗുരുവായൂർ 36 മുറികളും വലിയ 2-3 ഹോളൊക്കെ ആയിട്ട് ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഞാനിപ്പോൾ തൊട്ടടുത്ത് നിങ്ങളുടെ അയൽവക്കക്കാരനായിട്ടൊരു പ്രവർത്തനം ആരംഭിക്കുകയാണ്. നമ്മുടെ തൃക്കടാപ്പള്ളി, ചെറായിലെ തൃക്കടാപ്പള്ളി ദേവീക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു 2 ഏക്കർ സ്ഥലത്ത് 50 പെൺകുട്ടികളെ, അതായത് പെൺകുട്ടികൾ എന്നാണ് ആദ്യം തുടങ്ങുന്നത്. പെൺകുട്ടികളെ എന്ന് ഉദ്ദേശിക്കാൻ കാരണം അച്ഛനെയോ അമ്മ നഷ്ടപ്പെട്ടതോ അച്ഛനും അമ്മയ്ക്കോ നോക്കാൻ കഴിയാത്തതുമായ കുട്ടികളെ എടുത്ത് സംരക്ഷിച്ച് പഠിപ്പിച്ച് അവർക്കൊരു ജീവിതത്തിൻ്റെ വഴിയാക്കി കൊടുക്കാൻ 18 വയസ്സ് കഴിഞ്ഞ് തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ തുടരാം, ഇല്ലെങ്കിൽ അവർക്ക് പോകാം. അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാം സൗജന്യമായി. അതിനോടൊപ്പം തന്നെ അതേമാതിരി അമ്മമാർക്കൊരു സ്ഥാപനം എൻ്റെ ഒപ്പം തുടങ്ങാം. അതിൻ്റെ കെട്ടിടത്തിൻ്റെ പണികൾ, ഒരു കെട്ടിടത്തിൻ്റെ പണി തീർന്നു കഴിഞ്ഞാൽ ഉടനെ അടുത്ത കെട്ടിടം ആരംഭിച്ച് അതിൻ്റെ പണി തുടങ്ങാം. അതിലും വലിയൊരു സ്ഥാപനം ഞങ്ങളുടെ 100ാമത്തെ വർഷത്തിൽ മനസ്സിൽ ഒരു സ്വപ്ന പദ്ധതിയായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ വള്ളത്താങ്കുളങ്ങനയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ നായരമ്പലത്തിലെ കരയോത്തിലോ അല്ലെങ്കിൽ എറണാകുളം കരയോത്തിലോ മാത്രമല്ല, ഞാൻ മൊത്തം പറയുന്ന കേരളത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനങ്ങളുമായിട്ടാണ് സംസാരിക്കുന്നത്. ആ രീതിയിൽ മറ്റൊരു പ്രസ്ഥാനം ആരംഭിക്കാനുള്ളത് സ്വപ്ന പദ്ധതിയായിട്ട് 40 കോടി രൂപയുടെ. നമുക്കറിയാം ഇന്ന് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കഷ്ടപ്പെടുന്ന കുറേ രോഗങ്ങളുണ്ട്. ഒന്ന് ക്യാൻസർ. ട്രീറ്റ്മെൻറ്റ് വന്നു തുടങ്ങി, ജീവിക്കാനുള്ള ക്യാൻസർ വന്നവർ മരിച്ചു പോകുന്നുള്ള ചിന്താഗതിയൊക്കെ മാറി സർവൈവ് ചെയ്തവർ വളരെ നമ്മളെക്കാളും സുഖമായിട്ട് ജീവിക്കുന്ന ആൾക്കാരായി തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളുള്ളവരുണ്ട്, കിഡ്നി സംബന്ധമായ അസുഖങ്ങളുണ്ട്, ലിവർ സംബന്ധമായ അസുഖങ്ങളുണ്ട്. ഇതൊക്കെ ലക്ഷങ്ങളും ചിലപ്പോൾ കോടികളൊക്കെ മുടക്കിയിട്ടൊക്കെയാണ് പലരും ട്രീറ്റ് ചെയ്ത് പുറത്തു വരിക. ചിലപ്പോൾ നായരമ്പലം ഭാഗത്ത് ഒരു കുട്ടിക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നായരമ്പലത്തിലെ ആൾക്കാരോ അല്ലെങ്കിൽ പത്രങ്ങളുമായിട്ട് മുഖാന്തരം പണം പിരിച്ച് നിങ്ങൾ 5 ലക്ഷമോ 10 ലക്ഷമോ ഒക്കെ കൊടുത്ത് നിങ്ങൾ ആ കുട്ടീനെയോ അമ്മയോ അല്ലെങ്കിൽ ആ വീട്ടിലെ ഗൃഹനാഥനെ നിങ്ങൾ സംരക്ഷിക്കുമായിരിക്കും. പക്ഷെ അതല്ല ഇന്ന് നടക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് അവരങ്ങനെ ജീവിക്കുന്നു എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഓപ്പറേഷൻ കഴിഞ്ഞ് അവരെ വിട്ടു, അവർക്ക് ആഹാരം കഴിക്കാൻ കഴിയുന്നുണ്ട്, ജോലിക്ക് പോകാൻ കഴിയുന്നുണ്ടോ, അവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ കഴിയുന്നുണ്ടോ, മാസം മാസമുള്ള ഫോളോ അപ്പ് ചികിത്സ ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇതാണ് ഞാൻ 4ാമത് പറഞ്ഞ വിഷയമാണ് എറണാകുളം ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഫോളോ അപ്പ് ചികിത്സാ കേന്ദ്രം. 40 കോടി രൂപയാണ് എൻ്റെ ബഡ്ജറ്റ്. കേരളത്തിലെ പ്രശസ്തരായ പല ഡോക്ടർമാരും സഹകരിക്കാമെന്ന് ഏറ്റിട്ട് തികച്ചും സാമ്പത്തികമായി പിന്നെ നോക്കുന്നത് നോ കാസ്റ്റ് നോ റിലീജിയൻ വെച്ച് BPL കാർഡിലെ താഴെയുള്ളവർക്ക് സൗജന്യമായി ഫോളോ അപ്പ് ചികിത്സ കൊടുക്കുന്ന ഒരു കേന്ദ്രം, ഒരു ഹോസ്പിറ്റൽ. കിടത്തി ചികിത്സയല്ല, ഓൺലൈൻ ഫോളോ അപ്പ്. ഇപ്പം അറിയാം, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലർക്കും എന്തെങ്കിലും ഒരു അസുഖം വന്ന് ഫോളോ അപ്പിന് പോയാൽ ചെന്നാൽ പറയും ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയും, ഒരു എക്സ്റേ എടുക്കാൻ പറയും, ഒരു MRI എടുക്കാൻ പറയും, അല്ലെങ്കിൽ ഒരു അൾട്രാസൗണ്ട് എടുക്കാൻ പറയും. ഏറ്റവും വലുത് പറഞ്ഞാൽ PT സ്കാനോ ഒക്കെ പറയും, സ്കാനൊക്കെ പറയും. അതൊക്കെ അവിടെയൊക്കെ വലിയ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു 3000-4000 ഇല്ലാണ്ട് ഫോളോ അപ്പ് അല്ല. ഇത് സൗജന്യമായി കൊടുക്കാൻ കഴിയുമോ? വരുന്ന രോഗിയുടെ ബൈസ്റ്റാൻഡർക്കും സൗജന്യമായി ഭക്ഷണം കൊടുക്കാൻ കഴിയുമോ? വരുന്ന രോഗികൾക്കും ഒരിക്കലും ട്രാവലിംഗ് എക്സ്പെൻസ് കൊടുക്കാൻ കഴിയുമോ? അത് BPL കാർഡുള്ളവർ എന്നാൽ സാമ്പത്തികമായി ശേഷിയുള്ള എന്ന് തോന്നിക്കുന്നവരോട് ഒരു സൗജന്യ നിരക്കിൽ അവർക്ക് സേവനം കൊടുക്കാൻ കഴിയുന്ന എല്ലാ എക്യുപ്മെൻറ്റോടുകൂടിയും ഒരു ഫോളോ അപ്പ് ചികിത്സാ കേന്ദ്രം, സ്വപ്ന പദ്ധതി. ദൈവയുടെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ ഈ വാക്കുകളുണ്ടല്ലോ, വാക്കുകൾ ചിലപ്പോൾ അനുഗ്രഹമായിട്ട് വരും. അത് വേറെ എവിടെയും നമുക്ക് ഇഷ്ടംമാതിരി സ്ഥലം എനിക്ക് ഓഫറുണ്ട്. കാഞ്ഞിരമറ്റത്തുണ്ട്, തിരുച്ചോറ്റാനിക്കലുണ്ട്, അവിടെയൊക്കെ സ്ഥലം തരാൻ ആൾക്കാരുണ്ട്. അങ്ങനെയില്ല, എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടും കാര്യമില്ല എന്ന് വെച്ചാൽ ഡോക്ടർമാരൊന്നും ഇവിടെ എത്തില്ല. അങ്ങനെ ഞാൻ എറണാകുളത്ത് തന്നെ അതിനുവേണ്ടി നോക്കും. എറണാകുളത്ത് വരുമ്പോൾ അതിൻ്റെ എക്സ്പെൻസ് കൂടുതൽ സെൻറ്റിന് സ്ഥലത്തിനെന്ന് പറയുമ്പോൾ
അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം സഹായിച്ച് ഭഗവതി മുമ്പിൽ വെച്ച് ഞാനിത് പറയും, ഈ ആഗ്രഹവും സ്വപ്നവും പറയുമ്പോൾ ഭഗവതി അനുഗ്രഹിക്കട്ടെ എന്ന്, നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ നിലയ്ക്ക് അത്തരമൊരു സ്ഥാപനം തുടങ്ങുക വഴി എന്ത് സേവനം ചെയ്യാൻ കഴിയുന്നതാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഞാൻ കരയോത്തിൻ്റെ എറണാകുളം കരയോത്തിൻ്റെ പേരിൽ അറിയാം, 1925 സ്ഥാപിച്ച് 100 കൊല്ലം പിന്നിടുമ്പോൾ ആ സ്ഥാപനം എവിടെ എത്തി, എങ്ങനെ എത്തി എന്നൊക്കെ ചിന്തിക്കാൻ അവർ കണ്ടമാനം പണിയെടുക്കാനും ഞങ്ങൾ പണപ്പിരിവ് കുറവുള്ളൊരു സംഘടനയാണ്. വരുമാനം നമ്മൾ തന്നെ വരുമാനം കണ്ടെത്തുന്ന സംഘടനയാണ്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, എവിടെയൊക്കെ ഇതിൽ വരുമാനം കണ്ടെത്താൻ കഴിയണം, നാട്ടുകാരിൽ നിന്ന് പൈസ ചോദിക്കാതെ ഞാൻ പിരിക്കാതെ നടത്തുന്ന സംഘടനയാണ്. എറണാകുളം കരയോത്തിന് പിരിവ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. കരയോ അംഗങ്ങൾ അവർ കൊടുക്കേണ്ട, നോർമലായിട്ട് കൊടുക്കേണ്ട മെമ്പർഷിപ്പോ മറ്റ് മാത്രം കൊടുക്കുക, അല്ലാതെ ദൈനംദിന കാര്യങ്ങൾക്ക് നമ്മൾ കണ്ടെത്തുന്നു എന്താണ് വരുമാനം ഉണ്ടാക്കാനുള്ള, മിച്ച വരുമാനം ഉണ്ടാക്കാനുള്ള പദ്ധതികൾ. ആ പദ്ധതികളെന്നാണ് ഇത്രയും വളർച്ചകളും ഇത്രയും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്തരം കരയോഗങ്ങൾ, നമ്മൾ കിടക്കുന്ന ഓരോ ഇഞ്ച് ഭൂമി, ഓരോ സ്ഥലങ്ങളും കെട്ടിടങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയും. അത് സമുദായത്തിനും സമൂഹത്തിനും എത്രത്തോളം ഉപകാരപ്രദമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ സ്ത്രീകളുടെയും കുട്ടികളുടെയും വിഷയം കിടക്കാത്തതിൻ്റെ കാരണം അത് നമുക്ക് പറയാൻ കൊള്ളാത്ത ഒരു കാലഘട്ടത്തിലാണ്. ഞാൻ ഇന്ന് വന്നിരുന്നപ്പോൾ എന്നോട് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, എൻ്റെ മോൾക്ക് കല്യാണം. ഞാൻ പറഞ്ഞു, കുട്ടികൾ കല്യാണം കഴിക്കാൻ തയ്യാറില്ല. പെൺകുട്ടികൾ, ഒരു പെൺകുട്ടികൾക്കും, ഞാൻ കരയോത്തിൻ്റെ പരിപാടി ആയതുകൊണ്ടാണ് പറയുന്നത്, ദേവിയുടെ കാര്യം ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. ഒരു പെൺകുട്ടികളുടെ കല്യാണം വേണമെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ പെൺകുട്ടികൾ സമ്മതിക്കുന്നില്ല കല്യാണം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർ കാണുന്നതും കേൾക്കുന്നതും മുഴുവൻ നല്ലതല്ല. അതുകൊണ്ടാണ്. അപ്പോൾ എന്ത് വേണം, സമൂഹം നമ്മൾ ഒരുമിച്ച് ഇതല്ല എന്നും അവരുടെ സമൂഹത്തിലും അവരുടെ കുടുംബത്തിൽ നടക്കുന്ന പരിപാടികളെ സംബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങളിൽ അത് ഓപ്പോസിറ്റാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിലും സത്യമാണ് കേൾക്കുന്നത്. അപ്പോൾ കുട്ടികൾ തയ്യാറാവുന്നില്ല, നമ്മുടെ പെൺകുട്ടികൾ തയ്യാറാവുന്നില്ല. ആൺകുട്ടി ധാരാളം, ഇപ്പോൾ പെൺകുട്ടികൾ ഷോർട്ടേജാണ്. ഈ പെൺകുട്ടികൾ ഷോർട്ടേജ് ആവുന്നതിന് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പെൺകുട്ടികളെ കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടും പറഞ്ഞുതരാം. നിങ്ങൾ പെൺകുട്ടികളെ SLC പാസ്സായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത ഡിഗ്രി കോഴ്സിന് വിടും, അല്ലെങ്കിൽ +2 കഴിയും. +2 കഴിഞ്ഞിട്ട് പറയും ഒന്നല്ലെങ്കിൽ വക്കീൽ പണിക്ക് LLB പോവുക, അല്ലെങ്കിൽ IT പോവുക, അല്ലെങ്കിൽ ഡോക്ടർ പഠിക്കുക എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കും. ഒരു സ്റ്റേജ് കഴിഞ്ഞ് നിങ്ങൾ പഠിത്തം നിർത്തില്ല, അപ്പോൾ കല്യാണം ആലോചിക്കില്ല. നിങ്ങൾ എൻ്റെ മോളൊരു MD എടുക്കട്ടെ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഒരു LLM എടുക്കട്ടെ എന്ന് തോന്നും. അവിടെ നിന്ന് കയറി അങ്ങനെ കയറി MBയും ഒക്കെ അങ്ങനെ കഴിഞ്ഞ് പോകുമ്പോൾ ഇതിന് പറ്റിയൊരാൾ ഇപ്പുറത്ത് വേണ്ടേ, ഈക്വലാവണ്ടേ. ഈക്വലാവാത്ത ക്വാളിഫിക്കേഷൻ കൊണ്ടോ കുടുംബം കൊണ്ടോ സഹായം കൊണ്ടോ ആയിരിക്കില്ല ഈക്വൽ, ശമ്പളം കൊണ്ട് ഈക്വലാവില്ല. ഈ കുട്ടിയുടെ മിടുക്കുകൊണ്ടോ ഈ പെൺകുട്ടിയുടെ മിടുക്കുകൊണ്ടോ ഒരാൾക്ക് ശമ്പളം കൂടുക. ആൺകുട്ടിക്ക് ആൺപിള്ളേർക്ക് ശമ്പളം കൂടിയാൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന മാനസികാവസ്ഥയുള്ളവരാണ് നമ്മൾ. എന്നെക്കാളും എൻ്റെ ഭാര്യയ്ക്ക് ശമ്പളം കൂടിയാൽ ഞാൻ അംഗീകരിക്കില്ല. ഒരു ഈഗോ നമ്മുടെ മനസ്സിൽ അങ്ങനെ ആയിപ്പോയി. ഇത് കുടുംബത്തിൻ്റെ രമ്യമായ പോക്കിന് കഴിയുന്നില്ല. അതുകൊണ്ട് വലിയൊരു കൈതലം. ആൺകുട്ടികൾ 35-32 വയസ്സുള്ള ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുടെ സമ്മതം ഇല്ലാണ്ട് കല്യാണം ആലോചിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. ഞാൻ ഒരു കാലത്ത് വരെ അവിടെ ഞങ്ങൾക്ക് ചൈത്രം എന്ന സംഘടനയുണ്ട്, മാനസിക ആരോഗ്യം നോക്കാൻ വേണ്ടിയുള്ള സംഘടന. അവിടെ ധാരാളം ഇത്തരം വിഷയങ്ങളുമായിട്ട് വരും. ഒരു കാലം വരെ ഞാൻ ഈ ഡൈവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ വരും. ഒക്കെ അമ്പലത്തിൻ്റെ അകത്തുനിന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഈ വിഷയങ്ങൾ പറയുന്നില്ല. കേസ് വരും. അപ്പം അന്നൊക്കെ മാക്സിമം ശ്രമിക്കും. 13 വയസ്സും 15 വയസ്സുള്ള പെൺകുട്ടികളെല്ലാം ഡൈവേഴ്സാണ് ആവശ്യപ്പെടുന്നത്. അച്ഛനമ്മയും തമ്മിൽ ആവശ്യപ്പെട്ട് വരുമ്പോൾ നമ്മൾ മാക്സിമം ശ്രമിക്കും. അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് അവരെ ചീത്ത നമ്മൾ കേട്ട്, നമ്മളെ ചീത്ത അവരും കേട്ട്, കുറേ പറഞ്ഞ് അവരെ സമ്മതിപ്പിക്കാൻ നോക്കും. ഇപ്പോൾ അത് നിർത്തി. ഇപ്പം നിർത്താനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞ് ഈ കുട്ടികളെ രമിപ്പിക്കാൻ കഴിഞ്ഞാലും ഇവർ മനസ്സുകൊണ്ട് ഇവർ യോജിച്ചില്ലെങ്കിൽ ഇന്നത്തെ കുട്ടികൾ പുതിയ സാധനം, ഈ മൊബൈൽ എന്ന് പറയുന്നതും നമ്മുടെ വൈകുന്നേരം സന്ധ്യകളിൽ വീടുകളിൽ ഓൺ ചെയ്യുന്ന TV എന്ന് പറയുന്നതിലും കാലത്ത് വായിക്കുന്ന പത്രങ്ങളിൽ കാണുന്ന മുഴുവൻ നെഗറ്റീവാണ്. ഭാര്യ എന്ത് ചെയ്തു, കാമുകി എന്ത് ചെയ്തു, കാമുകൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഭാര്യയെ കൊണ്ടുപോയിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ ചെയ്തു, അത് ചെയ്തു, ഇത് അങ്ങനെ മുഴുവൻ. അപ്പം എനിക്ക് എങ്ങനെ മരിക്കാം, എളുപ്പം മരിക്കാം എന്നൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക. മരിക്കാൻ ആർക്കും വലിയ പണിയൊന്നും വേണ്ട, അങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാം. പക്ഷെ നടക്കില്ല എന്ന് ഭഗവാൻ തീരുമാനിക്കണം. പക്ഷെ ജീവിക്കാനാണ് പണി. ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു നിമിഷത്തെ ഒരു ദൗർബല്യമായ ഒരു നിമിഷം ധൈര്യവും കിട്ടിയാൽ മതി. മരിക്കാൻ ഒരു നിമിഷം ധൈര്യം മതി. ജീവിക്കാൻ ഒരു നിമിഷം ധൈര്യം പോരാ, ജീവിതകാലം മുഴുവൻ ധൈര്യം വേണം. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു മേഖല എനിക്ക് തോന്നിയത് ഇത്തരം ഒരു കൗൺസിലിംഗ് മാതിരിയുള്ള സംഘങ്ങൾ, കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചെന്ന് സംസാരിക്കാൻ പറ്റിയവർ സംസാരിക്കുകയും അവിടെയുള്ള പ്രശ്നങ്ങൾ രമ്യമായും സൗഹൃദമായും
പരിഹരിക്കുകയും അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന കരയോഗമായി ഇത് പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ സേവനങ്ങൾ പ്രവർത്തിക്കാൻ, യുവജനങ്ങൾക്ക് പ്രവർത്തിക്കാൻ, യുവജനങ്ങൾക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ നിൽക്കാൻ, ആൺകുട്ടികളും പെൺകുട്ടികളും ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിർത്തണം, ചെയ്യിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അവർ മിടുക്കിയായിട്ട് അവർ ചെയ്യും. അവർ ആ സ്ഥാപനം നന്നായിട്ട് നോക്കും. നമ്മൾ ആൺകുട്ടികൾ നോക്കണേക്കാളും നന്നായിട്ട് നോക്കും. അങ്ങനെ നോക്കാൻ കഴിയുന്ന പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ നമ്മൾ ഒരു 5 കൊല്ലം കൂടി കഴിയുമ്പോൾ, 5-10 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ പുറകോട്ട് പോകും. പ്രത്യേകിച്ച് ഹിന്ദു സമൂഹം ഹിന്ദു സമൂഹത്തിൽ ഒരു വിഭാഗം രക്ഷപ്പെട്ടു പോകും. അത് ഞാൻ പറയുന്നില്ല ആരാണ്. ഒരു വിഭാഗം കീഴ്പോട്ട് പോകും. ഇതാണ് ഇന്നത്തെ യഥാർത്ഥ സ്ഥിതി. കുട്ടിയേട്ടൻ ഇവിടെ പറഞ്ഞു, സരസ്വതിയുടെ കാര്യം പറഞ്ഞു, ദുർഗയുടെ കാര്യം പറഞ്ഞു, മഹാലക്ഷ്മിയുടെ കാര്യം പറഞ്ഞു. നമുക്കറിയാം 3 ദിവസമായിട്ട് ദുർഗയായിട്ടും സരസ്വതിയായിട്ടും മഹാലക്ഷ്മിയായിട്ടും ഒക്കെ നമ്മൾ പൂജിക്കുകയൊക്കെ ചെയ്ത് 9 ദിവസം എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് 10 ദിവസമായി. ഇപ്പം 11 ദിവസമാണ് നവരാത്രി കാണുന്നത്. നവരാത്രി ദിവസം കൂടിക്കൊണ്ടിരിക്കുക. നവരാത്രി നമ്മൾ പറയുമെങ്കിലും 11 ദിവസത്തേക്ക് കടന്നിരിക്കുക നവരാത്രി. ഞങ്ങളുടെ നവരാത്രി ഇന്നലെ ആരംഭിച്ചു. പല ക്ഷേത്രങ്ങളിലും പല അമ്പലം നവരാത്രി നോക്കുമ്പോൾ ഡേറ്റ് നോക്കുമ്പോൾ ഇന്നലെയാണ് ആരംഭിക്കേണ്ടത്. ഇന്നലെ ആരംഭിക്കുകയും 2-ാം തീയതി സമാപിക്കണപ്പോൾ ഒരുമാതിരിയായി. അപ്പോൾ നവരാത്രിയെ സംബന്ധിച്ചുള്ള സമാധാനത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ, സമാധാനത്തിൻ്റെ ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമാണ് പൂജകളെ സംബന്ധിച്ച്. ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് അവൻ്റെ ആയുധ പൂജയാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പഠിതാവിനെ സംബന്ധിച്ച് അവൻ്റെ ഗ്രന്ഥങ്ങളാണ് അവൻ്റെ ആയുധം പൂജയ്ക്ക് വയ്ക്കുന്നത്. അങ്ങനെ എല്ലാ മേഖലകളിലും ബംഗാളിലാണെങ്കിൽ വേറൊരു തരത്തിലാണ് ബംഗാളിൽ പൂജ, തമിഴ്നാട്ടിലാണെങ്കിൽ വേറെ, ആന്ധ്രയിലാണെങ്കിൽ വേറൊരു രീതിയിലാണ്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ്. എന്തായാലും ഭാരതത്തിൻ്റെ ഒരു സാംസ്കാരിക ഒരു തനിമയുണ്ട്. ആ തനിമ നിലനിർത്തുന്ന ആഘോഷങ്ങളിൽ ദീപാവലി പോലെ, നോർത്ത് ഇന്ത്യക്ക് ദീപാവലി പോലെ കേരളത്തിലല്ല ഭാരതം മൊത്തം ആഘോഷിക്കുന്നൊരാഘോഷമാണ് ഈ നവരാത്രി ദിവസം. അപ്പോൾ നവരാത്രിയെ സംബന്ധിച്ച് ശുഭപ്രതീക്ഷയുടെയാണ്, ശാന്തിയുടെയാണ്, സമാധാനത്തിൻ്റെയാണ്, വിദ്യയുടെയാണ്. അതും ദേവി കടാക്ഷത്തിന് വേണ്ടിയുള്ള എല്ലാത്തിൻ്റെയും ജഗദമ്പയാണല്ലോ. നമ്മുടെ നേരത്തെ പറഞ്ഞു ചോറ്റാനിക്കര അമ്മയാണ്, മൂകാംബി അമ്മയാണ്. നമ്മുടെ ഭാരത സംസ്കാരത്തിൽ നമ്മൾ പ്രത്യേകിച്ച് മലയാളിക്ക് ഇത്തിരി വിളിക്കാൻ മടിയാണെങ്കിലും തമിഴ്നാട്ടിൽ കൂടി ചെന്ന് നോക്കും, കൊച്ചു കുട്ടികളെ സ്ത്രീകളെ അമ്മ എന്നാണ് അഭിസംബോധന ചെയ്യുക. അതൊരു ബഹുമാനത്തിൻ്റെ വലിയൊരു കാഴ്ചപ്പാടാണ്. അപ്പം ആ അമ്മയായ സങ്കല്പമുള്ളതാണ് സ്ത്രീ എന്ന് പറയുന്നത്. അപ്പോൾ ആ സങ്കല്പവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ നവരാത്രി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട്, ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ തരത്തിലും, ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ പാലക്കാട് വേറൊരു തരത്തിലാണെങ്കിൽ ചോറ്റാനിക്കര വേറെ തരത്തിലാണ് സംഗീതവും നൃത്തവും ഒക്കെ ഉണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളിൽ ഞാൻ നടത്തുന്ന എറണാകുളം കരൂപത്തിൽ ഇപ്പോൾ ആന്ധ്രയിൽ നിന്ന് വന്നിരുന്ന കുച്ചിപ്പുടി സംഘമാണ്. ഇന്നലെയും തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ്, നാളെ കർണാടകയിൽ നിന്നുള്ളവരാണ്. അങ്ങനെ 3 വ്യത്യസ്ത മേഖലകൾ എന്നല്ല, എല്ലാ മേഖലയിൽ നിന്ന് വരുന്ന നൃത്ത ആൾക്കാരും 3 ദിവസം കച്ചേരികളും 3 ദിവസം നൃത്തോത്സവവും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ 11 ദിവസവും വിവിധ പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കലാ സാംസ്കാരിക പരിപാടികൾ എന്തുകൊണ്ട് ഈ വിഷയങ്ങൾ ഈ സമയങ്ങളിൽ ഉപയോഗിക്കുന്നു വെച്ചാൽ നമ്മുടെ സാംസ്കാരിക തനിമ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, അതിനെ കൂടുതൽ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ നവരാത്രി ദിവസവും ആരംഭവും നിങ്ങളുടെ 100-ാം വർഷവും ഒരുമിച്ച് വന്നു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. അതിൽ ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ച 2 സന്തോഷങ്ങൾ ഉള്ളിൽ വളരെ ആഹ്ലാദം കൊണ്ട് എന്ന് പറയാം, നിൽക്കാൻ വയ്യ എന്നൊക്കെ പറയാം, അതേമാതിരി നിൽക്കുന്ന ആളാണ് ഞാൻ അവസാന ദിവസത്തേക്കാണ് എന്നെ വിളിച്ച. അവസാന ദിവസം എനിക്കിവിടെ വരാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആക്കി മേടിച്ചത്. കാരണം 2-ാം തീയതി അവിടെ ക്ലോസിംഗ് സെറമണിയാണ്. ഏതായാലും 10,000-ഓളം കുട്ടികൾ പങ്കെടുക്കുകയും 400-ഓളം സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്ന ദിവസമാണ് 2-ാം തീയതി. അതുപോലെ സ്കോളർഷിപ്പുകൾ, വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്, മറ്റേ മെഡിക്കൽ എല്ലാം നൽകുന്ന ദിവസമാണ് അന്നത്തെ ദിവസം. അതുകൊണ്ടാണ് 2-ാം തീയതി എനിക്ക് വരാൻ കഴിയും. തീർച്ചയായിട്ടും 2-ാം തീയതി ഞാൻ പങ്കെടുക്കേണ്ടതാണ്. 2-ാം തീയതി പങ്കെടുക്കേണ്ടതായിരുന്നു സന്തോഷം. എങ്കിലും ഇതിൽ വന്നതിന് അതിയായ സന്തോഷമുണ്ട്. കൂടുതൽ പ്രവർത്തനങ്ങൾ, കൂടുതൽ മേഖലകളിലേക്ക്, കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക്, കൂടുതൽ സാമൂഹ്യ സേവനങ്ങളിലേക്ക്, കൂടുതൽ സമുദായ സേവനങ്ങളിലേക്ക് എല്ലാവരെയും ഒത്തൊരുമിച്ച് കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ സംസ്കാരവും നമ്മുടെ തനിമയും നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും നഷ്ടപ്പെടാതെ, അതൊന്നും ആർക്കും മുമ്പിലും അടിയറ വെച്ച് കൊടുക്കാതെ ഇത്തരം സ്വതന്ത്രമായ നിലപാടെടുക്കാൻ മുന്നോട്ട് പോകാൻ അടുത്തൊരു നൂറ്റാണ്ടും കൂടി ഈ കരയോഗത്തിന് കഴിയട്ടെ.
ഇന്ന് പങ്കെടുക്കുന്ന എല്ലാവരോടും, ഇവിടെ കേട്ട് എന്നെ ശ്രമിച്ചിരുന്ന എല്ലാവരോടുള്ള ദേവിയുടെ കടാക്ഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. എന്നെ വിളിച്ച എല്ലാവരോടുള്ള പ്രത്യേക ഹൃദയംഗമായ നന്ദി എറണാകുളം പേരിലും എൻ്റെ പേരിലും ഞാൻ ആദ്യമേ നൽകുന്നു. എന്നെ ഇത്ര നേരം കേട്ടിരുന്ന എന്നോടുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. സമകാലിക പ്രസക്തമായ സമൂഹശ്രദ്ധ അനിവാര്യമായ അനേകം വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മുടെ മുഖ്യ പ്രഭാഷകൻ ഇവിടെ പരാമർശിച്ചത്. ഇന്നത്തെ യുവതലമുറയെ ബാധിച്ചേക്കാവുന്ന അനേകം വിഷയങ്ങളിൽ നമുക്ക് കൈക്കൊള്ളാൻ കഴിയുന്ന ഒരുപാട് പരിഹാരങ്ങൾ അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി. ഒരുപാട് തിരക്കുകൾക്കിടയിലും നമുക്കായി ഇവിടെ എത്തിച്ചേർന്ന് ഈ മുഖ്യ പ്രഭാഷണം നിർവഹിച്ച അദ്ദേഹത്തിനുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നായരമ്പലത്തമ്മയുടെ മണ്ണിൽ പിച്ചവെച്ച് വളർന്ന് പ്രശസ്തിയിലേക്ക് ഉയർന്ന അനേകം കലാകാരന്മാരുണ്ട്. അത്തരത്തിൽ ഒരു യുവ കലാപ്രതിഭയെ ആദരിക്കുന്ന ചടങ്ങാണ് അടുത്തത്. സദനം ശ്രീ അഭിഷേക് മാരാർ. നായരമ്പലം ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് നിന്ന് വാദ്യകലയിൽ തന്റെ ബാല്യം ആരംഭിച്ച അഭിഷേക് സ്വന്തം പിതാവ് പ്രശസ്ത ഇടയ്ക്കവാദകൻ ശ്രീ നന്ദകുമാർ മാരാരിൽ നിന്ന് വാദ്യകലയുടെ ആദ്യ പാഠം അഭ്യസിച്ചു. 2010 മുതൽ ഗാന്ധി സേവാ സദനം കഥകളി അക്കാദമിയിൽ കഥകളി ചെണ്ടയിൽ 4 വർഷത്തെ പഠനത്തിന് ശേഷം ഇന്റർനാഷണൽ കഥകളി സെന്റർ ഡൽഹിയിൽ അധ്യാപകനായി. തുടർന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിൽ എളങ്കുന്നപ്പുഴ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സംബന്ധിയായി ഉദ്യോഗത്തിൽ പ്രവേശിച്ചു. 2025 സദനം ദിവാകര മാരാർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ദിവാകര പ്രതിഭ 2025 അവാർഡിന് അർഹനായി. ഈ എളിയ സ്നേഹ ബഹുമാനങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ സദനം അഭിഷേക് മാരാറിനെയും അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി നമ്മുടെ ഉദ്ഘാടകൻ പത്മശ്രീ പെരുവനം കുട്ടൻ മാരാരെയും ഏറെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ സദനം അഭിഷേക് മാരാരുടെ മുന്നോട്ടുള്ള കലാപ്രയാണത്തിന് ഇതൊരു തുടക്കമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായി ഇന്നത്തെ ഉദ്ഘാടന സമ്മേളനത്തിന് ആശംസകൾ അർപ്പിക്കുന്ന ചടങ്ങാണ്. ആദ്യമായി ശ്രീ VS രവീന്ദ്രനാഥ് സാറിനെ ഏറെ ആദരപൂർവ്വം ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, നായരമ്പലം നായർ കരയോഗം പ്രസിഡന്റ്, ഉദ്ഘാടകൻ, നമുക്കെല്ലാം സുപരിചിതനും ആരാധ്യനുമായ ശ്രീ പെരുവനം കുട്ടൻ മാരാർ, എറണാകുളം കരയോഗത്തിൻ്റെ സെക്രട്ടറി ശ്രീ P. രാമചന്ദ്രൻ, വേദിയെ അലങ്കരിക്കുന്ന ബഹുമുഖ പ്രതിഭകളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, 100 വർഷം പിന്നിടുന്ന ഒരു സ്ഥാപനം അതിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി ഈ വർഷത്തെ നവരാത്രി ആഘോഷ പരിപാടികൾ 9 ദിവസവും ആഘോഷിക്കാൻ തീരുമാനിച്ചത് വളരെ സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ്. ഈ നായരമ്പലത്ത് അമ്മയുടെ തിരുമുറ്റത്തെ പഞ്ചാരമണലും വലിയ കരിമ്പനകളും പേരാലും അരയാലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു അന്തരീക്ഷം മിക്കവാറും സാഹിത്യ അഭിരുചികളായ പലരുടെയും ഭാവനയെ കാലാകാലങ്ങളിലായി പരിപോഷിപ്പിച്ചു പോകുന്നുള്ള അന്തരീക്ഷമാണ്. ഈ അമ്മയുടെ കൃപാകടാക്ഷം നേടാത്തവരാരും ഈ പ്രദേശത്തില്ല. നിരവധി ആരാധകരെ നിത്യേന എന്നോണം ആകർഷിക്കുന്ന ചൈതന്യപൂരം പ്രസരിപ്പിക്കുന്ന ആ അമ്മയുടെ തിരുമുറ്റത്ത് ഒത്തുകൂടുമ്പോഴുണ്ടാകുന്ന
ഉത്സവാഘോഷങ്ങളിലും അല്ലാത്ത അവസരങ്ങളിലും ഉണ്ടാകുന്ന ആ ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നായി മാറി. ഈ നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുമ്പോൾ 9 ദിവസങ്ങളിലാണ് നമ്മൾ സരസ്വതി പൂജ ആഘോഷിക്കുന്നത്. ഈ ക്ഷേത്രത്തിലത് അവസാനത്തെ 3 ദിവസങ്ങളിലായിട്ടാണ്. ദുർഗയായും ലക്ഷ്മിയായും സരസ്വതിയായും ആ ശക്തി സ്വരൂപിനെ ആരാധിക്കുന്ന ദിവസങ്ങളാണ് ഈ 9 ദിവസങ്ങൾ. അമ്മയെ ആരാധിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മളെല്ലാം ഓർമ്മിക്കുന്ന ലളിത സഹസ്രനാമത്തിൻ്റെ ആമുഖത്തിൽ ഇങ്ങനെയുണ്ട്, ഒരു പ്രത്യേക ശ്ലോകമാണത്. സിന്ദൂരാരുണ വിഗ്രഹം ധൃനയനം മാണിക്യമൗലീസ്ഫുരിൽ താരാനായകശേഖരം സ്മിതമുഖീമാപീനപക്ഷോരുഹം പാണിഭ്യാമണിപൂർണ്ണ രത്നചഷകം രക്തോൽപ്പലം ബിഭ്രതിം സൗമ്യാം രത്നഘടസ്ഥ രക്തധരണാം ധ്യായേ പരാമംബികാം ധ്യായേ പദ്മാസനസ്ഥാം വികസിതവദനം പത്മപത്രായദാക്ഷീം ഹേമാഭാം പീതവസ്ത്രം കരകലിത രസദ്ധേമ പത്മാവരംഗിം സർവാലങ്കാരയുക്താം സതതമഭേദാം ഭക്തനമ്രാം ഭവാനിം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകല സുരനുതാം സർവസമ്പത്പ്രദാത്രീം ആ അമ്മയുടെ ഈ സഹസ്രനാമത്തിൻ്റെ ആമുഖമായി കൊടുക്കുന്ന ഈ പദത്തിൽ തന്നെ അമ്മയുടെ കൃപാകടാക്ഷങ്ങളുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ശ്ലോകമാണത്. ഇവിടെ മിക്കവാറും ആഴ്ചയിൽ 2 ദിവസങ്ങളിലായി ഏതാനും മഹതികൾ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യാറുണ്ട്. ശക്തിസ്വരൂപിണിയായ ദേവിയുടെ അനുഗ്രഹം, കൃപാകടാക്ഷം ലഭിക്കാത്തവർക്ക് ജീവിത വിജയം സാധ്യമല്ലെന്നാണ് ഹിന്ദു മതവിശ്വാസം. അമ്മയുടെ കൃപാകടാക്ഷം, അമ്മയുടെ തലോടൽ, അമ്മയുടെ വാത്സല്യം അത് ലഭിക്കാതെ ഒരു കുഞ്ഞിനും ഉയരങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്ത അവസ്ഥയാണ്. ആ അമ്മയുടെ കൃപാകടാക്ഷത്തിനായി വർഷം തോറും നവരാത്രി ദിനങ്ങളിൽ ഇതുപോലുള്ള സരസ്വതി ക്ഷേത്രങ്ങൾ സന്ദർശനവും അതുപോലുള്ള കീർത്തന ആലാപനവും ഒക്കെ ആയിട്ടാണ് നമ്മൾ കഴിഞ്ഞുകൂടുന്നത്. ദേവിയുടെ കടാക്ഷം, അമ്മയുടെ കൃപ, അമ്മയുടെ പരിചരണം, അമ്മയുടെ ആ പരിചരണം ലഭിക്കാത്ത ഒരു കുഞ്ഞിനും ശോഭനമായ ഭാവി ഉണ്ടാകുകയില്ല. ആ അമ്മയുടെ കൃപാകടാക്ഷത്തിനായി സമ്മേളിക്കുന്ന ഈ ദിനങ്ങളിൽ നിങ്ങൾക്ക് ഏവർക്കും സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് സംഘടിപ്പിച്ച നായരമ്പലം നായർക്കര യോഗത്തിൻ്റെ ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. കരയോഗത്തിന്റെ സാരഥ്യത്തിലും അധ്യാപന ജീവിതത്തിലും ബഹുമുഖ പ്രതിഭ തെളിയിച്ച തലമുറകളുടെ പ്രിയപ്പെട്ട അധ്യാപകനായ ശ്രീ VS രവീന്ദ്രനാഥ് സാറിന്റെ ഹൃദയാശംസകൾക്ക് നന്ദി. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് ദേവസ്വം പ്രസിഡന്റ് ശ്രീ VC പ്രസന്നകുമാറാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ നായരമ്പലം നായർക്കരയോഗം പ്രസിഡന്റ് ജയഗോപാൽ, ഈ സമ്മേളനവും നവരാത്രി ആഘോഷ പരിപാടികളും ഉദ്ഘാടനം ചെയ്ത നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ കേരളത്തിൻ്റെ ഒരു അഹങ്കാരമെന്ന്, സ്വകാര്യ അഹങ്കാരമെന്ന് പറയാവുന്ന പത്മശ്രീ കുട്ടന്മാര അല്ലെങ്കിൽ കുട്ടേട്ടൻ നമ്മളുടെ ഈ സമ്മേളനം ധന്യമാക്കുവാൻ മുഖ്യ പ്രഭാഷണം നടത്തി ഈ സദസ്സിനെയും ഈ കരയോഗത്തെയും അത്യുന്നത പദവികളിലേക്ക് എത്തുവാനുള്ള മാർഗങ്ങൾ കാണിച്ചു തന്ന എറണാകുളം കരയോഗം പ്രസിഡന്റ്, നമ്മുടെ പോലെ തന്നെ ശതാബ്ദി ആഘോഷത്തിൻ്റെ നിറവിൽ നിൽക്കുന്ന എറണാകുളം കരയോഗം ജനറൽ സെക്രട്ടറി രാമചന്ദ്രൻ P, അഥവാ നമ്മളൊക്കെ വിളിക്കുന്ന വേണിച്ചേട്ടൻ, എൻ്റെ ജൂനിയറായി ഈ വിദ്യാലയത്തിൽ നിന്നും പഠിച്ച് ഇപ്പോൾ പളത്താളങ്ങര തെക്കേ ചേരുവാരം പ്രസിഡൻ്റായി ഈ തൊട്ടടുത്ത സമയത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട് നമ്മുടെ വേദിയിൽ ഇരിക്കുന്ന കൃഷ്ണകുമാർ,
നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ 100ാം ജൂബിലിയുടെ അതിൻ്റെ ഗാനം സ്കൂളിൻ്റെ ഗാനമായിട്ട് എഴുതി നല്ല വരികളും പിന്നെ നമ്മുടെ ക്ഷേത്രത്തെ പറ്റിയും പല വിഭാഗങ്ങളിലുള്ള കവിതകളുമെല്ലാം രചിച്ച് നമുക്ക് വളരെ പ്രിയപ്പെട്ടത് നമ്മുടെ ഒരു നാടിൻ്റെ അഭിമാനമായ സുനിൽ. ഇതിലെല്ലാം ഇടയ്ക്ക് ഞാൻ വിട്ടുപോകാൻ പാടില്ലാത്തതായിരുന്നു. കാരണം ഈ നാടിൻ്റെ തന്നെ അഭിമാനമായിട്ടുള്ള നമ്മൾക്കെല്ലാവർക്കും ആദരണീയമായിട്ടുള്ള രവി സാറ്, VS രവീന്ദ്രനാഥ്, മറ്റ് കരയോഗം ഭാരവാഹികളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട ജനങ്ങളെ, ഇവിടെ ഈ കരയോഗത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ നമ്മൾ കഴിഞ്ഞ തവണ വിജയദശമിക്ക് തുടങ്ങി ഈ വിജയദശമിക്ക് അവസാനിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി അതിൻ്റെ നവരാത്രി ആരംഭ ദിനത്തിൽ തുടങ്ങിയ 9 ദിവസ പരിപാടികളായി ഈ വിജയദശമിയുടെ ദിവസം നമ്മളിത് അവസാനിപ്പിക്കുകയാണ്. ആ ഒരു നൂറ്റാണ്ടിൻ്റെ നമ്മൾ സന്തോഷം. അങ്ങനെ ആ ഒരു 100 ആണ്ടുകൾ സന്തോഷം ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ പൂർവികന്മാർ എന്തോരം കഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ വലിപ്പത്തെപ്പറ്റി നമ്മളിവിടെ കാണുകയാണെങ്കിൽ 1924 സ്ഥാപിച്ച ഈ നായരമ്പലം നായർ കരയോഗം ആദ്യം ചെയ്തത് 100 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ആലോചിക്കണം. സ്വാതന്ത്ര്യത്തിന് മുമ്പാണ്. ഇവിടുത്തെ ജനങ്ങളെ പ്രബുദ്ധരാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കണം. വിദ്യാഭ്യാസം നൽകാനായിട്ടുള്ള നടപടികൾ ആരംഭിക്കണം. 1925 ആദ്യത്തെ പ്രഥമ വർഷം തന്നെ നമ്മൾ ഇവിടെ ഒരു സ്കൂൾ ആരംഭിച്ചു. അതുകൊണ്ട് തീർന്നില്ല. കാരണം നായരമ്പലത്തിൻ്റെ വടക്കേ അറ്റത്താണ് നമ്മൾ ഈ പ്രദേശം, ഈ അമ്പലം അല്ലെങ്കിൽ ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. തെക്കേ അറ്റത്തുനിന്ന് കൊച്ചു കുട്ടികൾക്ക് ഇവിടം വരെ വന്ന് പഠിക്കുവാനുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി 1927 3 കൊല്ലം കഴിഞ്ഞപ്പോൾ വെളിയത്താറമ്പൽ DVUPS എന്ന് പറയുന്ന ഒരു സ്ഥാപനം കൂടി നമ്മൾ ഉണ്ടാക്കി. പിന്നെ ഈ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് കയറ്റാനുള്ള അധ്യാപകന്മാരെ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായി. നമ്മൾ ആ കാര്യത്തിലൊക്കെ പനമ്പള്ളിക്ക് വന്നുവെന്നൊക്കെ പറഞ്ഞു കേട്ടേക്കണ കാര്യങ്ങളാണ്. പഴയ കാരണവന്മാർ നമ്മൾക്ക് പകർന്നിരിക്കുന്ന അറിവ് വെച്ചിട്ടാണ് അവരുടെയൊക്കെ സഹായത്തോടു കൂടി നമ്മൾ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് 1963 അത് സ്ഥാപിച്ചു. 1969 ആയപ്പോഴേക്കും നമ്മുടെ ഹൈസ്കൂളായി. 2015 ആയപ്പോഴേക്കും നമുക്ക് ഹയർ സെക്കൻഡറി കിട്ടി. ഇതിന് ഈ പറഞ്ഞ 100 വർഷങ്ങൾക്കിടയിൽ മാറി മാറി വന്നിരിക്കുന്ന ഓരോരുത്തരും അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിൻ്റെ പുണ്യം കൊണ്ട് മാത്രം നേടിയെടുത്ത കാര്യങ്ങളാണ്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏത് മുക്കിലും മൂലയിലും അറിയാം നായരമ്പലം എന്ന് പറയുന്നൊരു പ്രദേശം, ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ സമ്പന്നമായിട്ടുള്ളൊരു ക്ഷേത്ര പരിസരത്തുള്ള കരയോഗമുണ്ട്, ദേവസ്വമുണ്ട്. ഇവരെ കൊണ്ട് ധാരാളം കാര്യങ്ങൾ നമ്മുടെ സമുദായത്തിന് സാമൂഹ്യ പരിഷ്കരണത്തിന് എല്ലാത്തിനും ജാതിമത ഭേദമന്യേ ഉപകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളതാണ്. ആ ഒരു സ്ഥാപനത്തിന് ഇന്നും നമുക്ക് എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് നല്ല പിന്തുണ ലഭിക്കുന്നുണ്ട്. ഏതായാലും ഇതുവരെ നമ്മൾ നേടിയതെല്ലാം അടുത്ത നൂറ്റാണ്ടിലേക്കും നേടാനായിട്ട് നമ്മൾ അത്യധികം പ്രയത്നിക്കണം. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഇന്നിപ്പോൾ സ്വർണ്ണവില കൂടുന്ന മാതിരി ഇപ്പോൾ ഈ നൂറ്റാണ്ടിലുള്ള സ്വർണ്ണത്തിളക്കം അടുത്ത നൂറ്റാണ്ടിലേക്കാവുമ്പോൾ അതിൻ്റെ 10 ഇരട്ടി 10 മടങ്ങായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. അതിന് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ശ്രമിക്കണം. എല്ലാ നാട്ടുകാരുടെയും സഹകരണം ഉണ്ടാവണം. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നല്ല നിലയിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് നമുക്ക് എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരിക്കണം. ഈ നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ദൈവം നിയോഗം പോലെ നമുക്ക് കിട്ടിയതാണ് നമ്മുടെ പെരുവൻകുട്ടിച്ചാറിലെ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം മെയിൻ ലക്ഷ്യം വെച്ച് നടക്കുന്ന ഈ കരയോഗത്തിൻ്റെ
ആ 100-ാം വർഷം ഞാൻ പറഞ്ഞ 99 വർഷമായി ഈ സ്കൂള് ആ ഒരു സമ്മേളനത്തിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ വിരമിച്ച പെരുവനംകുട്ടന്മാരാർ, പത്മശ്രീ പെരുവനംകുട്ടന്മാരാർ ഈ കർത്തവ്യം നിർവഹിച്ചപ്പോൾ ആ പത്മശ്രീയുടെ ഒരു തിളക്കം നമ്മുടെ കരയോഗത്തിന് കൂടി പകർന്നു കിട്ടിയ ഒരു അനുഭൂതിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതിൽ വളരെയധികം സന്തോഷം. അടുത്തതായിട്ട് നമ്മുടെ നവരാത്രി ആഘോഷങ്ങൾ. നമ്മൾ കുറച്ച് നാളായി നവരാത്രി ആഘോഷങ്ങളൊക്കെ നടത്തുന്നുണ്ട്. 2-3 ദിവസങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ. ഇത്തവണ നമ്മൾ 9 ദിവസമായിട്ടാണ് നടക്കുന്നത്. നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങൾ, ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളൊക്കെ നമുക്ക് നോക്കി അറിയാം. ചെറുപ്പം മുതലേ പിള്ളേരെ പാട്ട് പഠിപ്പിക്കുക, ഡാൻസ് പഠിപ്പിക്കുക, അതിനുള്ള അരങ്ങുകൾ ഉണ്ടാക്കുക, മ്യൂസിക് അക്കാഡമിയോ ഭാരതഗാനസഭ അങ്ങനെ ധാരാളം സഭകളും മറ്റൊക്കെ മദ്രാസിലൊക്കെ പണ്ട് മുതലേ ഉണ്ട്. അവിടെ കൊച്ചു കുഞ്ഞുങ്ങളെ തുടക്കത്തിൽ തന്നെ ഈ വക കാര്യങ്ങൾ പഠിപ്പിച്ച് സംഗീതമോ ഡാൻസോ ഒക്കെ പഠിപ്പിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു വിശേഷം എന്തെന്ന് വെച്ചാൽ ആ പിള്ളേർക്ക് അവരുടെ സ്വഭാവത്തിന് ഒരു അച്ചടക്കം വരും. പിന്നെ മറ്റൊരു വേദികളിൽ അവരുടെ കഴിവുകളെ പ്രകടമാക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാകും. എനിക്ക് പാട്ട് പാടാൻ അറിയാമെങ്കിലും ശരി, ഒരു സ്റ്റേജിൽ വന്ന് പാട്ട് പാടാൻ എനിക്ക് ധൈര്യമില്ല. ഈവൻ പ്രസംഗം തന്നെ അത്യാവശ്യം നിവൃത്തി ഇല്ലാണ്ട് പഠിച്ചു പോയ ഒരു കാര്യമാണ്. അപ്പം എൻ്റെ ജോലിയിലാണെങ്കിലും ശരി, അതിന് ശേഷം കരയോഗത്തിലേക്ക് വന്നത് എല്ലാം എല്ലാ ഭാഗത്തും എനിക്കതൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നതുകൊണ്ട് തുടങ്ങിയ പരിപാടി. അതായത് അങ്ങനെ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ നമുക്ക് പറയാം, നേരത്തെയൊക്കെ കുറച്ച് പേര് മാത്രം ഉണ്ടായിരുന്ന പഠിച്ചിരുന്ന ഒരു, കാരണം നമ്മൾ തീരപ്രദേശത്തുള്ളൊരു ഗ്രാമമാണ്, ഇവിടെ അത് പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങളില്ല. അങ്ങനെ ഉണ്ടായിരുന്നൊരു സാഹചര്യം മാറിയിട്ട് ഇന്നിപ്പോൾ നമുക്ക് 9 ദിവസത്തെ പരിപാടിക്ക് നമുക്ക് ടൈറ്റായിട്ടുള്ള പരിപാടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ഇവിടെ നടക്കുമ്പോൾ രക്ഷിതാക്കൾക്ക് പിള്ളേരെ പഠിപ്പിക്കാനും പിള്ളേർക്ക് അതുകൊണ്ട് പ്രയോജനപ്പെടുത്താനും അവരുടെ ഭാവിയിലേക്ക് അതൊരു നല്ല കഴിവുകളെ വാർത്തെടുക്കാനും സാധിക്കുന്ന ഒരു കാര്യമായിട്ട് ഈ നവരാത്രി സംഗീതോത്സവം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. ഏതായാലും ഈ തവണ സംഗീതോത്സവത്തിന് പങ്കെടുക്കുന്നതായ എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നമ്മുടെ കരയോഗ അംഗങ്ങൾക്കും നമ്മുടെ നാടിനും നമ്മുടെ നാട്ടുകാർക്കും എല്ലാവർക്കും, അതോടൊപ്പം തന്നെ കരയോഗത്തിനും കരയോഗത്തിൻ്റെ സ്ഥാപനങ്ങൾക്കും എല്ലാത്തിനും എല്ലാ അഭിവൃദ്ധികളും നിറഞ്ഞ പുതിയൊരു നൂറ്റാണ്ടിലേക്ക് കാലുവെക്കുവാൻ ഭഗവതി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദേവസ്വത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും എല്ലാ ആശംസകളും നേരുന്നു. നന്ദി. ബാങ്ക് മാനേജരായി ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച ശേഷം നായരമ്പലം നായർ കരയോഗത്തിൻ്റെയും ദേവസ്വത്തിൻ്റെയും സർവ്വതോന്മുഖ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ശ്രീ VC പ്രസന്നകുമാർ സാറിൻ്റെ വാക്കുകൾക്ക് നന്ദി. ആശംസാ പ്രസംഗം തുടരുകയാണ്. അടുത്തതായി ആശംസകൾ അർപ്പിക്കാൻ എത്തുന്നത് ശ്രീ സുനിൽ രാജ് എന്നെ. സിവിൽ സപ്ലൈസിലെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം കലാസാഹിത്യ മേഖലയിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നായരമ്പലത്തിൻ്റെ സ്വന്തം സുനിച്ചേട്ടൻ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ തന്നെ നമ്മുടെ ഭഗവതിയെ പ്രകീർത്തിച്ചുകൊണ്ട് അനേകം സ്തുതിഗീതങ്ങൾ എഴുതിയ വ്യക്തി കൂടിയാണ്. സുനിൽ രാജ് സാറിനെ ഏറെ ആദരവോടുകൂടി ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ജയഗോപാൽ, ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ശ്രീ പെരുവനംകുട്ടേട്ടൻ, രാമേന്ദ്രൻ സാർ, രവി സാർ, സുധാകരൻ ചേട്ടൻ, ദേവസ്വം പ്രസിഡന്റ് ശോഭച്ചേട്ടൻ, ശ്രീ കൃഷ്ണകുമാർ, പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നേരം പോകരുതൻപെഴും പദഗണം സമ്പുഷ്ടമായിടുവാൻ ഹാരം പോലവ സംഭവിക്കണമതും വൻപുള്ള വാഗ്ദേവതേ. വൻപുള്ള വാഗ്ദേവതയെ ഉപാസിക്കുന്ന ദിവസങ്ങളാണ്. വാക്കിനെ, അക്ഷരത്തിനെ, കലയെ, സാഹിത്യത്തെ, സംഗീതത്തെ, ആയുധത്തെ ഒക്കെ പൂജിക്കുന്ന കാലയളവാണ് നവരാത്രി കാലം.
മഹാനവരാത്ര മഹോത്സവം എന്നാണ് പേര്. നവരാത്രം എന്ന വാക്ക് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. കാരണം അതൊരു സംസ്കൃത പദമാണ്. സംസ്കൃതത്തിൽ നവം എന്നുള്ളതും രാത്രി എന്നുള്ളതും സംസ്കൃതമാണ്. സംസ്കൃത വ്യാകരണം അനുസരിച്ച് അത് നവരാത്രം എന്നേ വരികയുള്ളൂ എന്നാണ് പണ്ഡിത അഭിപ്രായം. കാരണം പാണിനീയ സൂത്രമനുസരിച്ച് ഈ അഹം, ഇതുപോലുള്ള പുണ്യം, സംഖ്യാപദങ്ങൾ ഒക്കെ അതിനോടൊക്കെ ചേർന്ന് രാത്രി ചേരുമ്പോൾ അത് സമാസിക്കുമ്പോൾ രാത്രമെന്നാവും. അഹോരാത്രം നമ്മൾ കേട്ടിട്ടുണ്ടോ? മഹസിനോടുകൂടി അത് നമുക്ക് പരിചയമുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ നവരാത്രം. നവരാത്രി സത്യത്തിൽ ശരിയായ പദമല്ല, പക്ഷേ നമ്മൾ നവരാത്രി എന്നാണ് പ്രയോഗിക്കാറ് കേരളീയർ. അത് ചിലപ്പോൾ ഈ നവരാത്രി എന്ന് പറയുന്നത് 9 രാത്രികൾ ചേർന്നതാണ്. 9 രാത്രികളുടെ ആഘോഷത്തിനാണ് നവരാത്രം എന്ന് പറയുന്നത്. ഈ നവരാത്രി എന്നുള്ള നവമിയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അതിനെ അനുബന്ധമായിട്ടുള്ള ആഘോഷങ്ങൾ എന്ന അർത്ഥത്തിലാണോ ഈ നവരാത്രി ആഘോഷങ്ങൾ നമ്മൾ പ്രയോഗിക്കുന്നതെന്നറിയില്ല. അല്ലെങ്കിൽ ഹിന്ദിയിൽ നിന്ന് പകർന്നതാവാം. കാരണം ഇതിൻ്റെ കുഴപ്പം എവിടെയെന്ന് വെച്ചാൽ മലയാളത്തിന് അതിൻ്റെ വ്യവഹാര ഭാഷയനുസരിച്ചുള്ള ഒരു സമ്പൂർണ്ണ വ്യാകരണ സംഹിതയില്ല. പലപ്പോഴും പകുതിയിലേറെയും സംസ്കൃതത്തിൻ്റെ നിയമങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ തെറ്റാകുന്നത്. വേറെയും പദങ്ങളുണ്ട് ധാരാളം നമ്മൾ സാധാരണ തെറ്റായി ഉപയോഗിക്കുന്നത്. അങ്ങനെ മലയാളത്തിൻ്റെ വ്യവഹാര ഭാഷ അനുസരിച്ച് വ്യാകരണം കൊണ്ടുവരാനായിട്ട് AR-ന്റെ കാലം മുതലുള്ള ശ്രമങ്ങളാണ്. കേരള വാണിനിയം പോലും തിരുത്തി എഴുതിച്ച് രണ്ടാമത് പ്രസിദ്ധീകരിച്ച ഈ സംസ്കൃത പണ്ഡിതന്മാരുടെ നിർബന്ധം മൂലം വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ സംസാരിക്കുന്ന ഭാഷയനുസരിച്ച് ഒരു വ്യാകരണ നിയമം കൊണ്ടുവരാൻ മുഴുവനായിട്ട് സാധിച്ചിട്ടില്ല. പല വാക്കുകളും സംസ്കൃതത്തിൽ നിന്ന് സ്വീകരിച്ച് നമ്മൾ പറയാറുണ്ട് അത് മലയാളത്തിലാകുമ്പോൾ പിന്നെ മലയാളത്തിൻ്റെ നിയമങ്ങളാണ്. അങ്ങനെയല്ല, അങ്ങനെ ഒരു നിയമമില്ല. പിന്നെ അതെങ്ങനെ ശരിയാവുക? അപ്പം അതുകൊണ്ട് നവരാത്രം എന്ന പദമാണ് ശരി എന്നാണ് പണ്ഡിതമതം. മഹാനവരാത്രോത്സവം, സംസ്കൃതത്തിലെ പ്രയോഗങ്ങൾ പോലും മഹാനവരാത്ര വ്രതം അങ്ങനെയൊക്കെയാണ്. അതെന്തോ ആട്ടെ, ഈ നവരാത്രം എന്ന് പറഞ്ഞാൽ 9 രാത്രികളിലുള്ള ആഘോഷമാണ്. ഏത് 9 രാത്രികൾ? അമാവാസി കഴിഞ്ഞുള്ള 9 രാത്രികൾ. ചന്ദ്രൻ്റെ ഓജസ് വർദ്ധിച്ച് യൗവനാവസ്ഥയിലെത്തുന്ന 9-ാം ദിവസവും യൗവനാവസ്ഥയിലെത്തുന്ന ആ 9 രാത്രികളെയാണ് നവരാത്രം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അമാവാസി എല്ലാ മാസവും ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നവരാത്രം എല്ലാ മാസവും ഉണ്ട്. പക്ഷേ അതിൽ 4 നവരാത്രങ്ങളാണ് പ്രധാനമായിട്ട് എടുക്കാറ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായ നവരാത്രമാണ് മഹാനവരാത്രം എന്ന് പറയുന്നത്. ഈ കന്നിമാസത്തിലെ നമ്മളിപ്പോൾ ആഘോഷിക്കുന്ന ഈ സമയങ്ങളാണ് ശരത്കാല നവരാത്രം. ശരത്കാല നവരാത്രം ഇത്ര പ്രത്യേകത വരാൻ ജ്യോതിഷ ശാസ്ത്രം പ്രകാരം ചന്ദ്രന് ഓജസ് കൂടിയ, ശക്തി കൂടിയ ഒരു മാസമാണ്. അതുകൊണ്ടൊക്കെ ആവാം ചന്ദ്രൻ എന്ന് പേരിടാതെ ചിലവർക്ക് ശരത്ചന്ദ്രൻ്റെ പ്രത്യേകം ആ ദീപ്തമായ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയായിരിക്കാം. ശരദരചനി വരുന്നു തേരിൽ താരകാഗണം മണിമാലയുമായി എന്ന് അർജുന വിഷാദവൃത്തത്തിൽ കഥകളിപ്പദം ഉണ്ട്. ഞാനത് പറഞ്ഞത് ഈ ശരത്കാല ചന്ദ്രൻ്റെ ഒരു ദീപ്തി പറയാൻ വേണ്ടിയിട്ടാണ്. ഈ കാലം വളരെ നമുക്ക് തന്നെ അറിയാം സൗമ്യവും ദീപ്തവുമായ ഒരു കാലാവസ്ഥയാണ്. പ്രകൃതിയിൽ ചന്ദ്രന് മാത്രമല്ല ഓജസ് വർദ്ധിക്കുന്ന ഈ കാലയളവിൽ പ്രകൃതിയിലെ സർവ്വ ചരാചരങ്ങൾക്കും ഓജസ് അവർ സംഭരിക്കുന്ന ഒരു സമയമാണ്. സർവ്വചരാചരം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യരും അതിനകത്ത് പെടുമല്ലോ. അപ്പോൾ ആ ഒരു സമയമാണ് ഈ കാലയളവ്. ശരത്കാല മാത്രമല്ല, എല്ലാ മാസവും ഉണ്ടെങ്കിലും ശരത്കാലത്ത് അത് ചന്ദ്രൻ്റെ ശക്തി കൂടുതലായിരിക്കുന്ന സമയമാണ്. അതുകൊണ്ടായിരിക്കാം ഈ സമയം പ്രധാനമായി തീർന്നത്. അത് തന്നെ. പക്ഷെ മൂകാംബിക ക്ഷേത്രത്തിൽ 2 നവരാത്രിയുമുണ്ട്. വസന്തകാല നവരാത്രിയും ശരത്കാല നവരാത്രിയും പ്രധാനമായിട്ട് ആഘോഷിക്കുന്നുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. ഈ ശരത്കാലത്തെ എല്ലാ ആളുകളിലും ഒരു നവോന്മേഷവും ഒരു പ്രത്യേക ഉത്സാഹമൊക്കെ ഉണ്ടാകുന്ന പ്രകൃതി തന്നെ സർഗാത്മകമായിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അതനുസരിച്ചാണ് ഈ ആഘോഷത്തെയും
ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഒരു തരത്തിൽ മനുഷ്യനിലെ സർഗവാസന കലാപരമായിട്ടുള്ള സാഹിത്യപരമായിട്ടും സംഗീതപരമായിട്ടൊക്കെ ഉള്ള കഴിവുകളെയും സൃഷ്ടിന്മുഖമായ സർഗശേഷികളെ ഉണർത്തും വിധം, അതിനെ പൂജിക്കും വിധം ഒക്കെയാണ് ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ കുട്ടികളിൽ അതിനെക്കുറിച്ചുള്ള പ്രാധാന്യം മനസ്സിലാക്കാനും ഉള്ള തരത്തിൽ ആണ് അത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു തരത്തിൽ നവരാത്രി ശക്തി പൂജയാണ്. ദുർഗാപൂജ നമുക്കറിയാം. ഭാരതം മുഴുവൻ എമ്പാടും പലതരത്തിൽ പല ഭാവത്തിൽ ശക്തിയെ ആരാധിക്കുന്ന തരത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ആഘോഷിക്കപ്പെടുന്നത്. സ്ത്രീ ശക്തിയെയും സ്ത്രീയിലെ അമ്മഭാവത്തിനെയും ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നൊരു സംസ്കാരം, അതിൻ്റെ പാരമ്യതയാണ് ഈ നവരാത്രി കാലത്ത് കാണാനാവുക. സ്ത്രീയിലെ മാതൃഭാവം അല്ലെങ്കിൽ ആ ശക്തി, മറ്റു തരത്തിലുള്ള ശക്തി, എല്ലാ തരത്തിലുള്ള ശക്തിയെയും ഓരോരോ രൂപസങ്കല്പങ്ങൾ ഓരോ ദിവസങ്ങളിൽ രൂപസങ്കല്പം ചെയ്തുകൊണ്ട് ആ ഭാവത്തിലാണ് ആരാധനാക്രമം പോലും. വ്രതമെടുത്തും പാരായണം നടത്തിയും ഒക്കെ ഈ ഓരോ രൂപസങ്കല്പങ്ങളിലാണ് ഭാരതം മുഴുവൻ ഇത് ചെയ്യുന്നത്. നമുക്ക് അതത്ര ദുർഗാപൂജ വളരെ, അതിനേക്കാൾ പ്രാധാന്യം സരസ്വതി പൂജയ്ക്കാണ്. ഈ ശക്തിവിശേഷം അല്ലെങ്കിൽ ഇതിനെ പിന്തുടരുന്നതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നമ്മിൽ തന്നെയുള്ള പലതരം ശക്തികൾ, അതിൽ ഓരോ ദിവസം അറിയാം സ്കന്ദമാത മാതൃഭാവത്തെ ജനിക്കുന്നുണ്ട്. രണ്ടാമത് മറ്റൊരു പദമാണ് കാർത്യായനി. 6-ാം ദിവസം കാർത്യായനിയാണ്. ശരിക്കും പറഞ്ഞാൽ കാർത്യായനി എന്ന പദമല്ല, കാത്യായനി എന്നാണ് ശരി. കാരണം കാത്യായന മഹർഷിയുടെ മകളാണ് കാത്യായനി. അപ്പോൾ കാർത്യായനി എന്ന് പറയുന്നതും തെറ്റായ ഒരു രൂപമാണ്. അപ്പം ഇത്തരത്തിൽ ശക്തിവിശേഷങ്ങളെ പലതരത്തിൽ ആർജിക്കൊണ്ട് നമ്മുടെ ഇച്ഛാശക്തി, ക്രിയാശക്തി, മേധാശക്തി ഒക്കെ അതിനെ പൂജിക്കുകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുകയും അതിനെ ശ്രദ്ധിക്കുകയും അത് വളർത്തുകയും നമ്മളെ ശക്തി തന്നെ കൂട്ടി അവസാനം സിദ്ധിദാത്രി എന്ന് പറയുന്ന ദേവതാ സങ്കല്പമുള്ള അവസാന ദിവസം നമ്മളത് സിദ്ധിക്കുകയും ജ്ഞാനശക്തി സിദ്ധിക്കുകയും ചെയ്യുന്നു എന്നതൊക്കെയാണ് ഇതിൻ്റെ ക്രമത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇത് സരസ്വതി പൂജയായിട്ടാണ് പലപ്പോഴും ചെയ്യുന്നത്. വക്ഷത്തിൽ സാഹിത്യവും സംഗീതവും, കൈകളിൽ കലാപ്രതീകമായിട്ടുള്ള വീണയും പുസ്തകവും അക്ഷരപ്രതീകമായിട്ടുള്ള പുസ്തകമൊക്കെ ഉള്ള സരസ്വതിയുടെ രൂപസങ്കല്പം തന്നെ കലാത്മകമാണ്. അപ്പോൾ ഈ സരസ്വതി പൂജ ചെയ്യുന്നതോടെ നമ്മുടെ സർഗശേഷികളെയും രചനാപരമായ കഴിവുകളെയും ഒക്കെ വളർത്തുന്ന വിധത്തിൽ നമുക്ക് അനുഭവം ഉണ്ടാകുന്നു. ഇവിടെ നമ്മുടെ നമ്മൾ പണ്ട് മുതൽ തന്നെ, എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ നവരാത്രി വളരെ ഈ 3 ദിവസം വളരെ ഗംഭീരമായിട്ട് തന്നെ അതിൻ്റെ പ്രാധാന്യത്തോടെ, ആ പൂജകളുടെ ക്രമത്തോടെ, ആചാരത്തിൻ്റെ പ്രാധാന്യത്തോടെ തന്നെ നടത്തപ്പെടാറുണ്ട്. പറഞ്ഞാൽ ഞാൻ ഗാനരൂപത്തിൽ എഴുതാൻ തുടങ്ങിയത് തന്നെ ഈ നടയിൽ നിന്നാണ്. ഞാനിൽ പൊന്തിടും ഓമനാഥമണയും വാക്കൊത്ത ഗാനാമൃതം ഞാൻ കേട്ടത് ഈ നടയിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് ആരംഭിച്ചത് ഗാനത്തിൻ്റെ രൂപത്തിൽ എഴുതാൻ തുടങ്ങിയത്. അത് ഭജന, അന്നൊക്കെ ഭജന നടന്നിട്ട് ഭജനക്ക് വേണ്ടി ഒക്കെ വീണാ വിനോദിനി വാണി സരസ്വതി നിൻ പുകൾ പാടി സ്തുതിച്ചിടുന്നോർ ഞങ്ങൾ നിൻ പാദപങ്കജം പണിഞ്ഞിടുന്നോർ അതാണ് തോന്നുന്നു ആദ്യം എഴുതിയത്. അങ്ങനെ ഭജനയ്ക്ക് വേണ്ടി അന്ന് വളരെ കാലങ്ങളായിട്ട് പാടിക്കൊണ്ടിരുന്ന ഭജന മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ തോന്നിയിട്ട് എഴുതിയാണ്. അത് ആ നടയിൽ നിന്നാണ് തോന്നിയതും ആ നടയിൽ നിന്നാണ് ആരംഭിച്ചതും ഗാനത്തിന്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആചാരങ്ങൾ നമ്മൾ പാലിക്കുന്നു, അല്ലെങ്കിൽ ഇത് അതിൻ്റെ മറ്റു ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മാത്രമല്ല നേരത്തെ പറഞ്ഞു ലളിതാ സഹസ്രനാമ സ്തോത്രം, ശ്രീമാതാ ശ്രീ മഹാരാജ്ഞിയും തുടങ്ങുന്ന അതിൻ്റെ അതല്ലാതെ ഈ നവരാത്രി കാലത്ത് പ്രത്യേകമായിട്ട് കേൾക്കുന്ന മഹിഷാസുരമർദ്ദിനി സ്തോത്രം, ഹൃദകുകുധോ കുകുധോ ഗടതാധികതാള കുതൂഹല ഗാനരതെ ധുതുകുതുകുക്കടി ധിമി ധിമി ധധ്വനി ധീരമൃദംഗ നിനാദരതെ എന്നിങ്ങനെയൊക്കെയുള്ള കോമളപദ നിബിഡമായ പ്രാസസമ്പുഷ്ടമായ ആലോചനാമൃതങ്ങളായ ഇതൊക്കെ കേൾക്കുമ്പോൾ ആർക്കാണ് ആ ഒരു പുതിയ പദാനുഭവം, പദസമ്പത്തില്ലാതിരിക്കുന്നത്? ഇങ്ങനെയുള്ള നമ്മുടെ സർഗശേഷികളൊക്കെ വളരാൻ സഹായിക്കുന്നു.
പിന്നെ അത് മാത്രമല്ല ഞാൻ പറഞ്ഞു പൂജകളുടെ അല്ലെങ്കിൽ വ്രതാനുഷ്ഠത്തിലൂടെ നമ്മുടെ പല ശക്തികളെയും അതിനെ റീജുവനേറ്റ് ചെയ്ത് വിദ്യാരംഭം എന്ന് പറയുമ്പോൾ അത് ആദ്യമായിട്ട് അക്ഷരം പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല എന്നാണ് ധാരണ. കാരണം നമ്മൾ നമ്മുടെ ശക്തികളെ, നമ്മുടെ സർഗശക്തികളെ ആയാലും എല്ലാത്തരം ശക്തികളെ, മേധാശക്തിയായാലും ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി പുതുതാക്കി ഒരു പുതിയ ആരംഭം ഉണ്ടാകുന്നു എന്നത് അതിൻ്റെ സങ്കല്പമാണ്. ഏതായാലും നമ്മുടെ കരയോഗം ശതാബ്ദിയിലെത്തി നിൽക്കുന്ന ഒരു വേളയാണ്. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ നവരാത്രി ആഘോഷങ്ങൾ വളരെ ഗംഭീരമായിട്ട് നടക്കാറുണ്ട്. പല വർഷങ്ങളിലും സംഗീതോത്സവമായും വളരെ നല്ല രീതിയിൽ സംഗീതോത്സവമായിട്ടും അക്ഷര ശ്ലോക സദസ്സുകളായിട്ടും ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇത് നമ്മുടെ നാട്ടിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ സംഗീതപരമായും കലാപരമായിട്ടുള്ള കഴിവുകൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക, അതുപോലെ ഉത്തമമായ കലാപരമായ പ്രകടനങ്ങൾ കാണാൻ സാധിക്കുക, ഇങ്ങനെ സമ്മേളിച്ചത് കൊണ്ടുള്ള വൈകാരിക ആനന്ദം സത്സംഗം എന്ന് പറയുന്നതാണ്. മനുഷ്യർ തമ്മിൽ ഇതുപോലെ പോസിറ്റീവായ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വൈകാരിക ആനന്ദം. നവരാത്രിയെ സംബന്ധിച്ച് ഉത്സവങ്ങളെല്ലാം മനുഷ്യ ജീവിതത്തിൻ്റെ മുഷിപ്പത്തത്തിന് അത് പരിഹരിക്കാനുള്ള ഒരു ഉപാധികളാണെന്ന് പറയാം. അതിൽ നവരാത്രി ആകുമ്പോൾ സർഗാത്മകമായ ഒരു ആനന്ദവും നമുക്കുണ്ടാകും. ഞാനീ പറഞ്ഞ രീതിയിലുള്ള അക്ഷരങ്ങളെയും വിദ്യകളെയൊക്കെ പരിചയപ്പെടുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഭജനകൾ നടത്തുമ്പോൾ കൂട്ടായ ഈ ഭജനക്കുള്ള പ്രത്യേകത എന്താ? ഒറ്റയ്ക്ക് പാടുന്നതിനൊക്കെ ഭജനക്കുള്ള പ്രത്യേകത കൂട്ടത്തിൽ പാടാൻ പറ്റുന്നു എന്ന് മാത്രമല്ല, ഒന്നിച്ചു പാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്, ഒരു നിർവൃതി. അത് നിങ്ങൾ ഭക്തിപരമായിക്കോട്ടെ അല്ലാണ്ടായിക്കോട്ടെ, നമ്മൾ അതിപ്പോൾ രാഷ്ട്രീയപരമായിട്ടും ഒന്നിച്ച് ചെയ്യുമ്പോൾ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അത് തന്നെയാണ്. പക്ഷേ ആ അറിവും ഞാൻ പറഞ്ഞു മന്ത്രം ചൊല്ലുമ്പോൾ മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ നമ്മൾ മുഷ്ടി ചുരുട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ മാതിരി ആ വിവേകം ഉണ്ടാവുക എന്നതും കൂടിയാണ് ഇതിൻ്റെയൊക്കെ ഒരു വ്യത്യാസം. അപ്പോൾ അത്തരത്തിൽ എല്ലാ തരത്തിലും ഇത് നമ്മൾ ഓരോ സന്ദർഭങ്ങളെയും കരയോഗം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ശതാബ്ദി നാടിൻ്റെ സർവ അഭിവൃദ്ധിയിലും ഒരു ശ്രദ്ധേയമായ പങ്കുവഹിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ കരയോഗം. ആ കരയോഗത്തിൻ്റെ ശതാബ്ദി വേളയാണ്. അത് വളരെ സമുചിതമായ ആ രീതിയിൽ നമ്മുടെ നവരാത്രി 9 ദിവസത്തെ പ്രോഗ്രാമായിട്ട് എൻ്റെ സുഹൃത്ത് പ്രസിഡന്റ് ജയപാൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ നവരാത്രി സംഗീത പരിപാടിയിൽ പങ്കെടുക്കുന്ന നമ്മുടെ മക്കൾക്ക് എല്ലാവിധ അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ എന്നും കരയോഗത്തിനും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും ഈ നാട്ടുകാർക്കും ഇതിൻ്റെ പ്രയോജനവും ഉണ്ടാവട്ടെ എന്നും ആശംസിച്ചു നിർത്തും. നന്ദി. താങ്ക് യു സർ. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാനെത്തുന്നത് ശ്രീ KS കൃഷ്ണകുമാറാണ്. എടവനക്കാട് സ്വദേശിയായ കൃഷ്ണകുമാർ ദീർഘകാലം എടവനക്കാട് അണിയിൽ ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുകയും പള്ളത്താംകുളങ്ങര തെക്കേ ചേരുവാരം പ്രസിഡന്റായി സ്ഥാനം അലങ്കരിച്ചു വരികയും ചെയ്യുന്നു. കേരളത്തിലെ ആദ്യ സർവീസ് സഹകരണ ബാങ്കായ എടവനക്കാട് സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് മെമ്പർ കൂടിയായിരുന്ന അദ്ദേഹത്തെ ആദരപൂർവ്വം ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. അഭീഷ്ട വരദായനിയായ നായരമ്പലത്തമ്മയുടെ ഈ സവിധത്തിൽ നിൽക്കുമ്പോൾ ഏറെ ഭാഗ്യവാനായി കരുതപ്പെടുകയാണ്. ഈ വേദിയിലുള്ള ഇന്ന് ഈ സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്ന ശ്രീ ജയഗോപാൽ, നമ്മുടെ കരയോഗം പ്രസിഡന്റ്, അതുപോലെ തന്നെ നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മേളചക്രവർത്തി ശ്രീ പെരുവനം കുട്ടൻചേട്ടൻ, ഇന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ശ്രീ പി രാമചന്ദ്രൻ അവറുകൾ, അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച സുധാരൻ ചേട്ടൻ, ആശംസകൾ അർപ്പിച്ച രവീന്ദ്രൻ മാഷ്, പ്രസന്നകുമാർ, സുനിൽരാജ്, കൂടാതെ ഈ സദസ്സിലുള്ള സംപൂജ്യരായ ഭക്തജനങ്ങളെ, നാട്ടുകാരെ, തലമുറകളായി കൈമാറി വന്ന നമ്മുടെ ഈ നായരമ്പലം കരയോഗം 100ൻ്റെ നിറവിലാണ്. അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്ന നായരമ്പലം BVHSS സ്കൂളും 100ൻ്റെ ആ സുവർണഘട്ടത്തിൽ നീങ്ങുകയാണ്.
ഈ നാടിൻ്റെ അഭിമാനമായി ഒരു ദീപസ്തംഭമായി ജ്വലിച്ചു നിൽക്കുന്ന ഈ കരയോഗവും അതുപോലെ തന്നെ ഈ വിദ്യാലയവും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാം കൊണ്ടും നന്മകൾ മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു എന്നത് നമുക്ക് അഭിമാനിക്കാം. നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് ഈ 100ൻ്റെ നിറവിലുള്ള പ്രവർത്തനങ്ങൾ ഭംഗിയാക്കുന്നതിന് ഇവിടുത്തെ ഈ ഭരണസമിതി തീരുമാനിച്ചത് ഏറ്റവും ഉചിതമാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നന്മകൾ മാത്രം ചെയ്തുകൊണ്ടാണ് ഒരു നവരാത്രി കാലഘട്ടം പോകുന്നത്. നവരാത്രിയുടെ മഹാത്മ്യത്തിൽ പറയുന്നത് നന്മയുടെ ഉത്സവം എന്നാണ്. എന്ന് പറഞ്ഞാൽ അസുരന്മാരെ നിഗ്രഹിച്ച ഒരമ്മയുടെ ആ ഭാവങ്ങളാണ് നവരാത്രി കാലത്ത് നമ്മൾ കാണുന്നത്. അസുരന്മാരെന്ന് പറയുന്നത് ഇന്നും നമ്മുടെ യഥാർത്ഥ അമ്മമാർക്ക് നേരിടേണ്ടി വരുന്ന ഒരു ദുഃഖമാണ്. നമ്മുടെ ഭാരത ചരിത്രത്തിൽ ഒരമ്മയ്ക്കുള്ള സ്ഥാനം ഇപ്പം നമുക്കറിയാം. ഭാരതാംബ എന്ന് പറഞ്ഞാൽ പോലും പലർക്കും വിഷമമാണ്. ഒരമ്മ എന്നുള്ളൊരു സ്ഥാനം നമ്മുടെ ഭാരതത്തിൻ്റെ ചരിത്രത്തിലുള്ളതാണ്. ആ അമ്മയ്ക്ക് പല ഭാവങ്ങളുമുണ്ട്. രവീന്ദ്രൻ മാഷ് പറഞ്ഞ പോലെ ഒരു കുഞ്ഞിനെ താലോലിക്കുന്ന ഒരു ഭാവം, വളർത്തുന്ന ഒരു ഭാവം, അവസാനം മക്കൾ കൊടുക്കുന്നതോ ഗുരുവായൂർ നടയിൽ കൊണ്ടുപോയി തള്ളുന്നൊരു ഭാവം. ഈ അസുരന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടി നമ്മുടെ ജഗദംബിക ഉണരേണ്ടിയിരിക്കുന്നു, ഇനിയും ഉണരേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടതാണ്, ഒരമ്മയുടെ മുമ്പിൽ വെച്ച് ഒരച്ഛനെ മർദ്ദിക്കുന്ന രംഗം. ഇങ്ങനെയുള്ള അസുരന്മാർ ഇപ്പോഴും നമ്മുടെ ഈ തലമുറയിൽ വിലസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ കുട്ടികൾ ആത്മീയതയിൽ നിന്നും അകന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. നമ്മുടെ ക്ഷേത്രങ്ങളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുവാനുള്ള ഒരു സന്മനസ് നമ്മുടെ മാതാപിതാക്കൾക്കുണ്ടാവണം. രാവിലെ ക്ഷേത്രങ്ങളിലേക്ക് വിടണം എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നത് അവന് ട്യൂഷനുണ്ട്, അവന് ക്ലാസ്സിൽ പോകണം, പഠിക്കാനുണ്ട്, ഒരു തടസ്സം. പോട്ടെ, ശനിയും ഞായറും ഈ 2 ദിവസമെങ്കിലും. അപ്പോൾ പറയും ഇവന് ഈ കഷ്ടപ്പെട്ട് വെള്ളിയാഴ്ച വരെ പഠിച്ചിട്ട് ഒന്ന് റെസ്റ്റ്, ഒരു ഉറക്കം. ഇതാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. ആത്മീയതയിൽ നിന്നും അകന്നു പോകുന്നത് കൊണ്ട് പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. ഈ ആത്മീയ പഠന കേന്ദ്രങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഭഗവത്ഗീതയുടെ ക്ലാസ്, അതുപോലെ തന്നെ പല ഇതുപോലെ ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ മുൻകൈ എടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. ആദ്യത്തെ കുറച്ച് ദിവസം ഉണ്ടാവും, അത് കഴിഞ്ഞ് അങ്ങ് നിന്നു പോകും. അപ്പം പറഞ്ഞു വരുന്നത്, നമ്മുടെ കുട്ടികൾ ഈ തലമുറ കുറച്ചും കൂടെ ഭംഗിയായി മുന്നോട്ട് പോകുന്നതിന് നമ്മുടെ ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളിലേക്ക് ഇവരെത്തണം. ജഗദംബിയുടെ അനുഗ്രഹം ഉണ്ടാവണം. അവർ വന്ന് ആ ചിലർ പറയും എൻ്റെ മനസ്സിലാണ് ദൈവം മുഴുവനും, ഭഗവാനൊക്കെ കുടികൊള്ളണം എൻ്റെ മനസ്സിലാണ്, എനിക്ക് അങ്ങനെ അമ്പലത്തിൽ പോകേണ്ട ഒരാവശ്യമില്ലാന്ന്. ആകെ കലുഷിതമാണ് നമ്മുടെ മനസ്സ്. അതിനിടയിൽ നമുക്ക് ഭക്തി ഉണ്ടാവുക എന്ന് പറയുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരു മന്ത്രവും പൂജയും എല്ലാം ചെയ്ത് പോസിറ്റീവ് എനർജി മാത്രം ഉണ്ടാകുമ്പോൾ അവിടെ വന്ന് നമ്മൾ കൈകൂപ്പുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ പോസിറ്റീവ് എനർജി, ഞാൻ വിശ്വസിക്കുന്നത് അതിനാണ്. അപ്പോൾ നമ്മുടെ തലമുറയ്ക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മഹത്തായ ഗ്രന്ഥങ്ങൾ വരെ പരിചയപ്പെടുത്തേണ്ട ഒരു കാലഘട്ടം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. എന്തായാലും ഇപ്പോഴത്തെ ഈ നവരാത്രി കാലഘട്ടത്തിലെങ്കിലും വിദ്യാരംഭം മുതലെങ്കിലും നമ്മൾ അങ്ങനെ ഒരു നല്ല സന്ദേശം നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. നമ്മളവരെ ആത്മീയമായും ക്ഷേത്രവുമായും കൂടുതൽ ബന്ധപ്പെട്ടവരാക്കാൻ ഒരു ശ്രമം നടത്തണമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്തായാലും
ഈ കരയോഗത്തിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഈ നവരാത്രി കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ ഇങ്ങനൊരു വേദി ഉണ്ടാക്കിയതിനും മുന്നോട്ട് ഭംഗിയായി ഇത് കൊണ്ടുപോകുന്നതിനും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മഹാരഥന്മാർ ഉണ്ടാക്കി വച്ചിട്ടുള്ള ഇതുപോലെയുള്ള ഈ പ്രസ്ഥാനങ്ങൾ ഒരു പുതിയ പ്രസ്ഥാനമെങ്കിലും നമുക്ക് തുടങ്ങാൻ സാധിക്കണം അടുത്ത ഒരു തലമുറയ്ക്ക് വേണ്ടി എന്നുകൂടെ അതിനുവേണ്ടിയുള്ള ശ്രമം ഉണ്ടാവണമെന്നുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ജഗദംബയുടെ കടാക്ഷമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. പുതിയ തലമുറയുടെ ജീവിത മൂല്യങ്ങൾ വളർത്തുന്നതിൽ ആത്മീയതയ്ക്കും ക്ഷേത്രങ്ങൾക്കുമുള്ള പങ്കിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ സർ പറയുകയുണ്ടായി. നന്ദി. അടുത്തതായി നമ്മുടെ ഈ ഔദ്യോഗിക ചടങ്ങിന്റെ കൃതജ്ഞതാർപ്പണ സമയമാണ്. അതിനായി കരയോഗം ട്രഷററായ ശ്രീ പി നന്ദകുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന കരയോഗം പ്രസിഡന്റ് ശ്രീ ജയഗോപാൽ, സെക്രട്ടറി ശ്രീ സുധാകരൻ ചേട്ടൻ, കേരളത്തിൻ്റെ തന്നെ അഭിമാനമായ പത്മശ്രീ ശ്രീ പെരുവനം കുട്ടന്മാരോ സാർ, ഏറെക്കാലമായി എറണാകുളം കരയോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായ എല്ലാവരുടെയും സ്വന്തം വേണിച്ചേട്ടൻ എന്ന ശ്രീ രാമേന്ദ്രൻ ചേട്ടൻ, നമ്മുടെ നവരാത്രി ആഘോഷങ്ങൾക്ക് ആശംസകൾ നേർന്ന നായരമ്പലത്തിൻ്റെ പ്രൗഢതയെ തൻ്റെ തനതായ ശബ്ദ സൗമാര്യത്തിലൂടെ കേരളം മുഴുവനും എത്തിച്ച നമ്മുടെ സ്വകാര്യ സ്വത്തായ നായരമ്പലത്തിൻ്റെ ശ്രീ വി എസ് രവീന്ദ്രനാഥ്, മുൻ കരയോഗം പ്രസിഡന്റും ഇപ്പോൾ ഭഗവതി ദേവസ്വം പ്രസിഡന്റുമായ ശ്രീ പ്രസന്നകുമാർ, തൻ്റെ കവിതകളിലൂടെ മാസ്മരിക വിസ്മയം തീർക്കുന്ന ശ്രീ നേത്രമംഗലം സുനിൽ രാജ്, നായരമ്പലത്തിൻ്റെ അതിർത്തി നിർണ്ണയിക്കുന്ന പള്ളത്താങ്ങര ക്ഷേത്രത്തിൻ്റെ തെക്കേ ചേരിവാര പ്രസിഡന്റും വർഷങ്ങളോളം അണയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉപദേശക സമിതി മുൻ സെക്രട്ടറിയുമായിരുന്ന ശ്രീ കൃഷ്ണകുമാർ എന്നിവർക്കും തങ്ങളുടെ മഹനീയ സാന്നിധ്യം കൊണ്ട് ഈ നവരാത്രി ഉദ്ഘാടന സമ്മേളനം വിജയിപ്പിച്ച ഓരോ ഭക്തർക്കും കരയോഗത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി പറയുന്നു. നായരമ്പലത്തമ്മയുടെ കൃപാകടാക്ഷം നമ്മിൽ ഓരോരുത്തരിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഉദ്ഘാടന സമ്മേളനത്തിന്റെ ഔപചാരിക ചടങ്ങുകൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഇന്നത്തെ നമ്മളേവരും കാത്തിരിക്കുന്ന നൃത്താർച്ചനകൾ ആരംഭിക്കുകയാണ്.